എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000 സുന്ദരനെ ശാരോനിൻ രാജാവേ, 10,000 സുന്ദരനെ ശാരോനിൻ രാജാവേ. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. ഓ യേശുവിനു തുല്യന യേശു മാത്രം. ഓ യേശുവിനു തുല്യന യേശു മാത്രം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള അങ്ങു മാത്രം. യേശുവിനു തുല്യന യേശു മാത്രം. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. ഓ ഡാഡിക്കു തുല്യന ഡാഡി മാത്രം. ഹല്ലേലൂയ. കടന്ന് എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഉത്തമഗീത പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. ഉത്തമഗീത പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നൊരിവൾ ആർ. ഒന്നുകൂടെ വായിച്ചേ. എല്ലാവരും വേദപുസ്തകം തുറന്നോ. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ. പ്രിയന്റെ മേൽ ചാരണമെങ്കിൽ യോഗ്യതയുള്ള പൈതലായിരിക്കും അല്ലേ? അല്ല ഓടിച്ചെന്ന് ആരെങ്കിലും തോളിൽ ചാരുവോ? എങ്കിൽ പക്ഷെ പ്രിയന്റെ മേൽ ഒരാൾ ചാരിക്കൊണ്ട് വരികയാണ്. അതെവിടെ നിന്നാ വരുന്നേ? ഒന്നുകൂടെ വായിച്ചേ. മരുഭൂമിയിലൂടെ വരുന്നേ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിൽ നിന്നാണ് ഒരാളെ ചാരിക്കൊണ്ട് വരികയാണ്. അത് പട്ടുമെത്തയിൽ നിന്നല്ല വരുന്നത്, മരുഭൂമിയിൽ നിന്ന്. പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന്, പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന്, പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് പുറത്തു വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമാറി ഉണ്ടായി. ഇവിടെ എല്ലാം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും
ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നിന്ന് പ്രതികൂലങ്ങളെ തരണം ചെയ്യാനുള്ള കൃപ ചോദിച്ചു വാങ്ങി കഷ്ടതയുടെ തീച്ചുകളിലൂടെ പോകുമ്പോഴും മണവാട്ടി എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഞാൻ ആരാണ്, എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ബോധ്യത്തോടെ അവൾ മരുഭൂമിയെ മലർവാടിയാക്കി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ. മരുഭൂമിയെ താഴ്മയോടെ വീണ് കിടന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മരുഭൂമിയിലൂടെ നടക്കുമ്പോഴും അവൾ ചാരിക്കിടക്കുന്നത് അരിമനാഥൻ്റെ മാറിലാണ്. പ്രതികൂലങ്ങളുണ്ട്, പക്ഷെ ചാരിക്കിടക്കുന്നത് പ്രാണപ്രിയന്റെ മാർവിലാണ്. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് പറയാൻ പറ്റും, എനിക്ക് പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, പക്ഷെ അവയുടെ നടുവിലും ഞാൻ ഈ മരുഭൂമിയിലും ചാരിക്കൊണ്ട് കിടക്കുകയാണ്. ആരുടെ മാറിൽ? യേശുവിൻ്റെ മാർവിൽ. ഹല്ലേലൂയ. ഇന്ന് ആ മരുഭൂമിയിലൂടെ ചാരിക്കിടക്കുന്ന തൻ്റെ മണവാട്ടികളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. മണവാട്ടി പെട്ടെന്ന് ഓടിച്ചെന്ന് ചാരാൻ നോക്കിയാൽ പറ്റത്തില്ല. ചാരണമെങ്കിൽ സ്തോത്രം, അവൾ മണവാട്ടി ആയിരിക്കണം. ഹല്ലേലൂയ. എല്ലാവർക്കും ഒന്ന് ഓടിച്ചെന്ന് ചാരാൻ പറ്റുന്ന സ്ഥലമല്ല ആ സ്ഥലം. ദൈവത്തിന് സ്തോത്രം. പോകാം, വിളിക്കാം, നിൽക്കാം, പക്ഷെ ചാരണമെങ്കിൽ ബന്ധം വേണം. ജീസസ്. ചാരണമെങ്കിൽ സ്തോത്രം, എല്ലാവരും അടുക്കലത്തും ചാരാൻ പറ്റുമോ? പറ്റത്തില്ല. ചാരണമെങ്കിൽ ബന്ധം വേണം. ചാരണമെങ്കിൽ ഒരു ബന്ധം വേണം. സ്തോത്രം. ഒന്നുകൂടെ വാക്യം വായിക്കാമോ? മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ? മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മാർവിൽ, പ്രിയന്റെ ശരീരത്തിലേക്ക് ചാരിക്കൊണ്ട്, തോളിൽ ചാരിക്കൊണ്ട്, ചേർന്ന് ചാരി. അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? മുഴുവനും അവൾ മുഴുവനും ആ ക്രിസ്തുവില്ല ചാരി കിടക്കേ. ഇവൾ ആര്? ഇവൾ വേറെ ആരുമല്ല, ഉത്തമണവാട്ടി തന്നെയാ. ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് ക്രിസ്തു യേശുവിനെ ധരിച്ച് ഓരോ സെക്കൻഡും ആത്മാവിൽ ചൊലിച്ച്, ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ്, ആത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ്, ജീസസ്, ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ്, ബലത്താൽ നിറഞ്ഞ്, തീച്ചുളിയുടെ നടുവിലും, പ്രതിസന്ധിയുടെ നടുവിലും, പ്രതികൂലത്തിൻ്റെ നടുവിലും, വേദനയുടെ നടുവിലും, വേദനയല്ല നോക്കുന്നത്, പിന്നെയോ ജയിച്ച തൻ്റെ പ്രാണപ്രിയന്റെ യോഗ്യതകൾ അവൾ നോക്കി യാത്ര ചെയ്യുകയാണ്. വേറൊന്നും അവൾ നോക്കി യാത്ര ചെയ്യുന്നില്ല. ഇന്ന് അനേകർക്ക് ഇതൊന്നും ഒരു ചിന്തയും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. കോടിക്കണക്കിന് ജനങ്ങൾ വേദപുസ്തകം വായിക്കുന്നവരുണ്ട്, കോടിക്കണക്കിന് ജനങ്ങൾ പള്ളിയിൽ പോകുന്നവരുണ്ട്, കോടിക്കണക്കിന് ജനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഈ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം എത്രയോ തവണ വായിച്ചവർ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഒരു കൂട്ടം പേർ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചിട്ട് ഇതിനകത്ത് ദൈവത്തിന് സ്തോത്രം വരാൻ പോകുന്ന ഈ ഭൂമിയിലുള്ള നന്മകളെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച് അത് മാത്രം കൊടുക്കുന്ന യേശുവിനെ കണ്ടുമുട്ടുന്നവരുണ്ട്. സ്തോത്രം. ഒരു കൂട്ടം പേർ അബ്രഹാമിനെ അനുഗ്രഹിച്ച് ബഹു സമ്പന്നനാക്കിയതുപോലെ സമ്പന്നനാക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടി സമ്പത്ത് പ്രാപിച്ച് പോകുന്നവരും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി കുഴിക്കാത്ത കിണറും നട്ടിട്ടില്ലാത്ത വൃക്ഷങ്ങളും വെക്കാത്ത വീടും ഒക്കെ കണ്ടിട്ട് യേശോപ്പച്ചൻ ഇത് തരുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് അത് പ്രാപിച്ചവരും ഉണ്ട്. ഒരു കൂട്ടം പേർ ഈ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, വടി ഉണ്ടെങ്കിൽ ചെങ്കടൽ രണ്ടാകും. ആ വടിക്ക് വേണ്ടി ഓടി നടന്ന് സ്തോത്രം വടിയുടെ പുറകെ ഒന്ന് കിട്ടിയില്ലെങ്കിലും സാത്താൻ്റെ വടി വാങ്ങി സ്തോത്രം പുറകെ ഓടി വരും, അത്ഭുതം നടത്തി വരും. സാത്താൻ അത്ഭുതം ഉണ്ടാവില്ലേ? സാത്താൻ അത്ഭുതം ചെയ്യൂലേ? ഒരാളിൻ്റെ മേൽ സാത്താൻ കയറിയാലും അത്ഭുതം ചെയ്യും. ദുർഭൂതങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ നിങ്ങൾ പണ്ട് ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ചില ആൾക്കാർ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകുമ്പോൾ അവിടെ അവർ എന്തൊക്കെ നിരത്തി പിറക്കി വെച്ചിട്ട് അവർ ചിലത് പറഞ്ഞു തരും. അല്ല എങ്കിൽ അവരല്ലാതെ തന്നെ പലതും പറഞ്ഞു തരും. പറയുമ്പോൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ? ശരിയായിരുന്നില്ലേ? ആ ദൈവത്തിൻ്റെ ആത്മാവിലാണോ പറഞ്ഞേ? അല്ല, പിശാചിനറിയാം കാര്യങ്ങൾ. പിശാചിന് അത്ഭുതം ചെയ്യാൻ പറ്റും, പിശാചിനും അതിശയം ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ പേർ വചനം വായിച്ചു, മോശ വടി നീട്ടി ചെങ്കടൽ രണ്ടായി. പത്രോസ് വെള്ളത്തിൽ ചാടി ഇറങ്ങി നടന്നു. ഞാനും ചാടാൻ പോകുന്നു, നടക്കാം. അത് കണ്ടെത്തി കുറേ എണ്ണം അതിലോട്ട് പിറകോട്ട് പോയി. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങനെ ചാടി ഇറങ്ങി ഒരു ദൈവ പൈതലാകാതെ
കർത്താവിൻ്റെ മുമ്പിൽ കീഴ്പ്പെടാതെ, കർത്താവിൻ്റെ വചനത്തിൽ നിൽക്കാൻ മനസ്സില്ലാതെ, കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കി, അപ്പ അങ്ങേക്ക് എന്താണ് എന്നെക്കുറിച്ച് ഇഷ്ടം, അങ്ങയുടെ ഹിതപ്രകാരം ഞാൻ വീഴാൻ ഒരുക്കമാണപ്പ എന്ന് പറഞ്ഞ് മുട്ടുമടക്കി ദൈവഭാഗത്ത് വീണ് ആ കുറവുകളെ ഏറ്റുപറഞ്ഞ്, തെറ്റുകളെ ഏറ്റുപറഞ്ഞ്, ഓരോ സെക്കൻഡ് ക്രിസ്തുവിൻ്റെ വചനത്താൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, അഭിഷേകത്താൽ നിറഞ്ഞ്, ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കൂട്ടം പേരിൽ സ്വത്രം 2 തെസ്സലോനിക്കർക്ക് ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കും പോലെ ദൈവം ചിലത് അങ്ങോട്ട് വിട്ടുകൊടുത്തു. വായിച്ചേ, 2 തെസ്സലോനിക്കർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചേ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തി വെച്ച് അത്ഭുതം ചെയ്യുന്ന അനേകരുണ്ട്. അവരെന്ന് അത്ഭുതം ചെയ്ത് അനേകരുടെ തലയിലും കൈവയ്ക്കും. അവരിലിരിക്കുന്ന സാത്താന്റെ വ്യാപാര ശക്തി കൈവയ്ക്കുന്ന എല്ലാത്തിന്റെ മേലും കറങ്ങും. പിന്നെ അവരും അത്ഭുതങ്ങൾ, അതിശയങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങും. ദൈവത്തിൽ നിന്നല്ല, പിന്നെ സാത്താൻ്റെ അത്ഭുതങ്ങളും അതിശയങ്ങളൊക്കെ നടക്കും. അവരും യേശുവേ എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. എന്തെല്ലാം പരിപാടികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ജനമിന്ന് സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതൊരു കെട്ടപ്പെട്ട ഒരു ചാക്കിനകത്ത് കെട്ടി ഇട്ടിരിക്കും പോലെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. സത്യം അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാതെ, ക്രിസ്തുവിൻ്റെ ആത്മാവിലല്ലാതെ, സത്യത്തിൻ്റെ വചനത്തിലല്ലാതെ സ്വത്രം എടുത്തിയാടി വേദപുസ്തകം വായിക്കുമ്പോൾ മോശ വടി നീട്ടി, ഇതാ യോശുവ കണ്ടില്ലേ ഇറങ്ങിത്തിരിച്ചു, യോശുവ അത്ഭുതങ്ങൾ ചെയ്തില്ലേ, അതിശയങ്ങൾ ചെയ്തില്ലേ, സൂര്യ അവിടെ നിൽക്ക്, ചന്ദ്ര എല്ലാം നിർത്തിയില്ലേ, പിന്നെ എന്താ എനിക്ക് എന്ന് തോന്നും. അങ്ങോട്ട് പോകുമ്പോൾ സ്തോത്രം, ഇതാ ശമൂവേൽ പ്രവാചകൻ പ്രവചിച്ചില്ലേ നമുക്കും തോന്നും. സ്തോത്രം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അസ്ഥിയിൽ വീണപ്പോൾ മരിച്ചവൻ ഉയർത്തില്ലേ നമുക്കും പലതും തോന്നും. പുതിയ നിയമത്തിലോട്ട് പോകുമ്പോൾ പത്രോസ് നടന്നു പോയപ്പോൾ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായില്ലേ നമുക്കും പലതും തോന്നും. അങ്ങോട്ട് പോകുമ്പോൾ സ്തോത്രം എന്തെല്ലാം അത്ഭുതങ്ങൾ വേദപുസ്തകത്തിനകത്ത് കണ്ടിട്ടുണ്ട്. ചിലരത് ഈ പുസ്തകം വായിച്ചിട്ട് അത്ഭുതങ്ങൾ മാത്രം കണ്ടിട്ട് എനിക്കും അതുപോലെ ചെയ്യണമെന്ന് മറ്റേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേൽ വരുന്നത് കണ്ട് ഒരുത്തൻ എന്ത് ചെയ്യുന്നറിയാമോ, കുറേ ദ്രവ്യമായിട്ട് അവിടെ ചെന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അവിടെ ചെന്നു സ്തോത്രം. അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താ സംഭവിച്ചേ ദൈവത്തിന് സ്തോത്രം. നമുക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. സ്വർഗത്തിലെ ദൈവം തന്നാലേ അത് പ്രാപിക്കാൻ പറ്റൂ. തരിക മാത്രമല്ല, അത് ആരുടെ കയ്യിലേ കൊടുക്കൂ, ആർക്കേ കൊടുക്കൂ? കർത്താവിന് സന്നിധിയിൽ പറ്റി കിടക്കുന്ന ആളിന്, സ്വത്രം വിശ്വസ്തതയുള്ള ആളിന്, താണ് കിടക്കുന്ന ആളിന്, ക്ഷമയോടെ വീണ് കിടക്കുന്ന ആളിന്, സ്വത്രം ഏത് പ്രതികൂലം വരുമ്പോഴും അപ്പൻ്റെ കൃപയ്ക്കകത്ത് മൂടിക്കിടക്കുന്ന ആളിന് ചിലത് കർത്താവ് ഏൽപ്പിക്കും. അത് സത്യത്തിൻ്റെ ആത്മാവിൽ ദൈവം ഏൽപ്പിക്കും ചിലത്. പക്ഷെ എല്ലാവരുടെ കയ്യിലും ദൈവത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്ന സാധനം ഏൽപ്പിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശുശ്രൂഷ എല്ലാവരുടെ കയ്യിലും ഏൽപ്പിക്കത്തില്ല. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. എല്ലാവരുടെയും ശുശ്രൂഷ പള്ളി നടത്തുന്ന ശുശ്രൂഷ അല്ല. എല്ലാവരുടെയും ശുശ്രൂഷ വർഷിപ്പ് നടത്തുന്ന ശുശ്രൂഷയല്ല. എല്ലാവരുടെയും ശുശ്രൂഷ പ്രവചിക്കുന്ന ശുശ്രൂഷയല്ല. എല്ലാവരുടെയും ശുശ്രൂഷ രോഗികളെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയല്ല. എല്ലാവരുടെയും ശുശ്രൂഷ വ്യാഖ്യാനിക്കുന്ന ശുശ്രൂഷയല്ല. എല്ലാവരുടെയും ശുശ്രൂഷ സ്തോത്രം ജ്ഞാനം പറയുന്ന ശുശ്രൂഷയല്ല. പരിജ്ഞാനത്തിൻ്റെ വചനമല്ല. എല്ലാവരുടെയും ശുശ്രൂഷ ഒന്നല്ല. എല്ലാവരുടെയും ശുശ്രൂഷ വ്യത്യസ്തമാണ്. എന്നാൽ എല്ലാവർക്കും ശുശ്രൂഷയും ഉണ്ട്. ഒരുപോലെ അല്ലയും ഒരുപോലെ അല്ല. എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. അതെല്ലാം ദൈവം അതത് വ്യക്തികൾക്ക് പകത്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് വീട് കിടന്ന് ദൈവം നമുക്ക് തരുന്നത് വരെ കാത്തിരുന്ന് പ്രാപിച്ചില്ലെന്നുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, ഭോഷ്കിൻ്റെ ആത്മാവിനെ അയക്കും. ചാടി ഇറങ്ങും. ഈ വചനം കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? ചാടി ഇറങ്ങും. സ്തോത്രം. എനിക്കെന്താ ചെയ്തുകൂടാത്തെന്ന് തോന്നും. ചാടി അങ്ങ് ഇറങ്ങും. ഇറങ്ങി കഴിയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ, അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവല്ല ഭോഷ്കിൻ്റെ ആത്മാവിനെ അയക്കും.
കാരണം കർത്താവ് അറിയാത്ത ഒരാൾ, കർത്താവിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരാൾ, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരാൾ, കർത്താവിൻ്റെ സന്നിധിയിൽ പാവത്തെ ഏറ്റുപറയാത്ത ഒരാൾ, കർത്താവിൽ നിലനിൽക്കാത്ത ഒരാൾ, കർത്താവിൻ്റെ ജീവനിൽ ജീവിക്കാത്ത ഒരാൾ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ അത് ഉയരത്തിലെ ശുശ്രൂഷയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരാളിനോട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൈക്ക് വേണ്ട, സുവിശേഷം പറഞ്ഞൂടെ? പറയാം. അത് ശുശ്രൂഷയല്ലേ? ആണ്. ചന്തയിൽ പോകുമ്പം ഒരു സഹോദരിയെ കണ്ടു, വചനം പറഞ്ഞൂടെ? പറയാം. അടി വാങ്ങി പിടിച്ചുള്ള വചനം പറയരുത്. ഇത് ചാടി കയറി അവരെ കഴുത്തി കിടക്കുന്ന മാല കണ്ടുകൊണ്ട് നീ നരകത്തിലേ പോവുള്ളൂ, നിന്റെ കയ്യിൽ കിടക്കുന്ന കൊന്തയല്ലേ എന്ന് പറഞ്ഞാൽ അടി ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറയാനല്ല നമ്മളെ വിട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു മാത്രം കർത്താവെന്ന് നമുക്ക് സുവിശേഷം എന്ത് ചെയ്യാം? പറയാം. അവരിട്ടിരിക്കുന്ന കുറിയും അവരിട്ടിരിക്കുന്ന മാലയും അവരിട്ടിരിക്കുന്ന കമ്മലും കണ്ടിട്ട് അഴിയടി നീ ഇതെല്ലാം നരകത്തിലേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ ആടി തിരിച്ച് ഉറപ്പാണ്. വാള് കൊണ്ട് വെട്ട് വാങ്ങിക്കൊണ്ട് തിരിച്ചു വരുവുള്ളൂ. ഇതൊന്നും അല്ല പറയേണ്ടത് വ്യക്തികളോട്. യേശുവിനെ കുറിച്ച് പറയണം. ഞാൻ ആരാധിക്കുന്ന യേശു ആരെന്ന് പറഞ്ഞൂടെ? യേശു ആരെന്ന് പറഞ്ഞൂടെ? യേശു മാത്രം കർത്താവെന്ന് പറ. അത് നമുക്ക് മൈക്ക് വേണ്ട, അതിന് പള്ളി വേണ്ട, അതിന് ജനക്കൂട്ടം ഒരുപാട് വേണ്ട. ഒരാളിനോട് വേണമെങ്കിൽ പോയി പറയാം. ഇത് ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അത് വലിയൊരു ശുശ്രൂഷ. യേശു ചെയ്തു ആ ശുശ്രൂഷ. ഹല്ലേലൂയ. അത് ശുശ്രൂഷയാണ്. അതിന് സ്റ്റേജ് വേണ്ട, അതിന് സ്വത്രം ഒരു വേറെ ഒന്നും വേണ്ട, വേറെ ഒരു സമയം വേണ്ട, ഒരു മാനദണ്ഡമില്ല. പോകുന്ന വഴിക്ക് പറയാം, വരുന്ന വഴിക്ക് പറയാം, നിൽക്കുമ്പോൾ പറയാം, സ്വത്രം പുറത്ത് പറയാം, എല്ലാവരോടും പറയാം. അതും വിലപ്പെട്ടൊരു ശുശ്രൂഷയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ നിന്ന് ദൈവകൃപയിൽ, അത് അവരെ കണ്ടാൽ അറിയാം, ഫലത്താൽ പുറത്തറിയാം. ഫലത്താൽ അറിയാം ആളിനെ. പരിശുദ്ധാത്മാവിൻ്റെതാണോ അശുദ്ധാത്മാവിൻ്റെ ആണോ എന്ന് ഫലത്താൽ അറിയാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കും. ക്രിസ്തു ഉള്ള വൃക്ഷം ക്രിസ്തുവിൻ്റെ ഫലം കായ്ക്കും. ഫലമില്ലാത്ത വൃക്ഷം, ക്രിസ്തുവിൻ്റെ ഫലമില്ലാത്ത വൃക്ഷം സ്തോത്രം അത്ഭുതങ്ങളും അതിശയങ്ങളും കാണിക്കുമ്പോൾ ഉടനെ ചിന്തിച്ചോളണം, ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. എത്ര പേര് വിശ്വസിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയാം, അത്ഭുതങ്ങൾ പലരിലൂടെയും നടക്കുന്നുണ്ട്. പല വ്യത്യസ്ത വിഭാഗത്തിനകത്തും അത്ഭുതം നടക്കുന്നുണ്ട്. പക്ഷേ യേശു അത്ഭുതം ചെയ്തു. ഈ അത്ഭുതത്തിൻ്റെ പേര് പറഞ്ഞൊന്നും നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്തോത്രം. സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുത്ത് പോകണമെങ്കിൽ, കർത്താവിൽ ജീവിക്കണമെങ്കിൽ, കർത്താവിൽ നിറയണമെങ്കിൽ, ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ, ആ മണവാട്ടിയായി ആ മാറിൽ ചാരിക്കിടക്കണമെങ്കിൽ ജീസസ്. ഹല്ലേലൂയ. കണ്ട ചപ്പും ചവറും പിടിക്കാൻ പോകല്ലേ. വേദപുസ്തകം വായിക്കുന്ന അനേകർ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചവരുണ്ട്. പിന്നെ മോശയുടെ വടി എന്ന് പറഞ്ഞൊരു വടി വെട്ടി ഞാനും ഇത് ഇറങ്ങുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങിയവരുമുണ്ട്. അവരിൽ ഭോഷ്കിൻ്റെ ആത്മാവിനെ അയച്ചു. അവരെ അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്തു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം, സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും, വ്യാജമായ സകല ശക്തിയോടും, അടയാളങ്ങളോടും, അടയാളങ്ങളോടും, അത്ഭുതങ്ങളോടും, അത്ഭുതങ്ങളോടും, അനീതിയുടെ സകല വഞ്ചനയോടും, അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളയാൽ തന്നെ. കണ്ടോ? സത്യവചനം കേൾക്കുമ്പോൾ അത് താല്പര്യമില്ല, അതിനോട് താല്പര്യമില്ല. വചനത്തിലല്ല താല്പര്യം. എൻ്റെ മറ്റന്ന് എനിക്ക് ജോലി എത്രാം തീയതി കിട്ടുമെന്ന് കേട്ടാൽ വളരെ സന്തോഷം. അതന്ന് കിട്ടുകയും കൂടെ ചെയ്താൽ ഇത്ര കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷമല്ല, ഈ പള്ളി വന്ന ഒരുപാട് അവർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ലേ, ഇത്രാമത്തെ ദിവസം നിൻ്റെ വീട്ടിൽ ഇന്ന കാര്യം നടന്നില്ലേ? അപ്പോൾ അത് സത്യമായിരുന്നു. അത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ആരാകുമെന്നല്ല, ക്രിസ്തുവിനെ പോലെ ആകാമെന്ന് പറ്റിയാൽ, കർത്താവിൻ്റെ കൃപ പ്രാപിച്ചാൽ ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. മറ്റൊന്നാ ഞാൻ ആരാകും, അതിൻ്റെ അപ്പുറത്ത് ഞാൻ ആരാകും, അതിൻ്റെ അപ്പുറത്തൂടെ പോകുമ്പോൾ ഞാൻ ആരാകുമെന്നല്ല, എൻ്റെ യേശുവിൻ്റെ കൃപയാൽ നിറഞ്ഞ്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞ്, ക്രിസ്തുവിൻ്റെ മകനായി മാറുമോ എന്നൊന്ന് നോക്കി, ആ വചനത്തിൻ്റെ മുൻപിൽ ഒന്ന് മുട്ടുമടക്കി, ഒരു പാപത്തെ ജയിക്കാൻ, ദൈവഭാഗത്ത് വീണ് കിടക്കാൻ ഒന്ന് മനസ്സുണ്ടായെങ്കിൽ നമുക്ക്, നമ്മൾ ചെയ്യുന്ന പാപം പച്ചവെള്ളം പോലെ കുടിച്ചിട്ടും ഇന്ന് അനേകർക്ക് കണ്ണ് തുറക്കുന്നില്ല. സ്നേഹിതരെ, അനേകരുടെ കണ്ണെന്തിരിക്കുന്നു? അടഞ്ഞിരിക്കുന്നു. സ്തോത്രം. വായിക്കാമോ? അടുത്ത വാക്യം കൂടെ വായിച്ചേ. അതിന്റെ തെസ്സലോനിക്കർ ലേഖനം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അങ്ങ് അയച്ചിട്ടുണ്ട്. അവർ അത്ഭുതങ്ങൾ കാണിക്കും, അതിശയങ്ങൾ കാണിക്കും, അടയാളങ്ങൾ കാണിക്കും, കൈവയ്ക്കും, എല്ലാം ചെയ്യുമ്പോൾ അവരിലുള്ളത് അങ്ങ് ഇറങ്ങും. സ്തോത്രം. എവരും തുള്ളിച്ചാടി തലകുത്തനെ ഒന്ന് വീണ് അവരിലൂടെയും ഓട്ടവും ചാട്ടവും ബഹളവും നെരിപ്പും ഒക്കെ നടത്തി
കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ അപ്പോഴത്തേക്ക് ചെയ്യും. അവസാനം ചെയ്ത് സ്വർഗത്തിൽ ആള് കാണൂല. മറ്റത് ദൈവഭാഗത്ത് വീണിരുന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ട സമയത്ത് അനുഗ്രഹിക്കും, വിടുവിക്കേണ്ട സമയത്ത് വിടുവിക്കും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ സകലതും എന്ത് ചെയ്യും? കിട്ടും. ഞാൻ പറയട്ടെ, ഒരുപാട് പേർ ഈ ലോകത്തിൽ തീരുന്ന ഒരു കൂട്ടം സാധനം കണ്ടിരിക്കുമ്പോൾ ആ മരുഭൂമിയിൽ ചാരിക്കിടുന്ന മണവാട്ടി കണ്ടതെന്നറിയാമോ? മണവാളന്റെ സ്നേഹം, മണവാളന്റെ ധനം, മണവാളന്റെ വിശുദ്ധമാകുന്ന ആ സ്വഭാവം, ആ മണവാളന്റെ മാറിൽ ചാരിക്കിടന്ന് മണവാളന്റെ വാസന അവൾ മണത്തു. പാപമില്ലാത്തൊരു ജീവിതം അവൾ മണത്തു. കൃപയോടെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം അവൾ മണത്തു. അവളുടെ ജീവിതം അതായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അവൾ ഓരോ സെക്കൻഡും രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ടിരുന്നു. ആ മണവാളനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ, പാടാൻ, ആരാധിക്കാൻ, കർത്താവിനോട് അടുക്കാൻ, ആ ശബ്ദം കേൾക്കാൻ ആ മണവാട്ടി ഓരോ സെക്കൻഡും ആ കർത്താവിലേക്ക് വളർന്നുകൊണ്ടിരുന്നു. അവൾക്ക് വേറെ ഒന്നും നോക്കാനില്ല. അവൾ ആ യേശുവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, വേദപുസ്തകം ഒന്ന് അനേകർ വായിക്കുന്നുണ്ട്. പുറത്തൂടെയുള്ള എല്ലാം കണ്ടെത്തി നോക്കുമ്പോൾ യേശു കർത്താവ് പാപത്തെ ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ രക്തത്താൽ പാപമോചനമുണ്ടെന്നോ, യേശു ക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്നും ആ നിത്യതയിലേക്ക് കൊണ്ടുപോകാനാണെന്നും എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ യേശു ശക്തനാണെന്നും എൻ്റെ ഏത് പാവവും ക്ഷമിക്കാൻ യേശു മതിയായവനാണെന്നും ഉള്ള വചനം പലപ്പോഴും നമ്മൾ ഇത് കേൾക്കാറില്ല, കാണാറില്ല. പിന്നെ നമ്മൾ കാണുന്നതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു അത്ഭുതം കണ്ടോ, ഇന്നത് അത്ഭുതം ചെയ്തു, കർത്താവ് ഇത്രേ ചെയ്തിട്ടുള്ളൂ, ഇത് മാത്രം പിടിച്ചിട്ടേ പോകും. ഇതിൻ്റെ അപ്പുറത്തൊരു ഒരുപാട് കാര്യങ്ങൾ ഞാൻ തൊട്ട് സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് പ്രതിസന്ധിയുടെ നടുവിൽ പ്രതിസന്ധി ആയിരിക്കും. അതിൻ്റെ നടുവിലൂടെയും തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപ ഓരോ സെക്കൻഡും പ്രാപിച്ചുകൊണ്ട് വേണം മണവാട്ടി നടന്നു പോകാം. ഹല്ലേലൂയ. കൃപ മേൽ കൃപ പ്രാപിക്കണം, ശക്തിക്ക് മീതെ ശക്തി പ്രാപിക്കണം, അഭിഷേകത്തിന് മീതെ അഭിഷേകം പ്രാപിക്കണം. ആ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച് ഓരോ സെക്കൻഡും ആത്മാവിൽ വളർന്നു കൊള്ളണം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിച്ചേ. 3-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം മുതൽ വായിച്ചേ. സോറി, 3-ന്റെ 1-ാം വചനം മുതൽ വായിച്ചേ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു. അടുത്ത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞു. അടുത്ത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത്. അടുത്ത് കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അടുത്ത് യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരൂശലേമിലും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശം തന്നത്. ഒരു കോപം വരാൻ പോകുകയാ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? കരമൊന്ന് അടിച്ചേ. സ്തോത്രം, സ്തോത്രം, മഹത്വം, മഹത്വം, ദൈവത്തിന് 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 മഹത്വം. ഒരു കോപം വരാൻ പോകുകയാ. ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടേണ്ടതെല്ലാം രക്ഷിക്കപ്പെടണം. മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടണം. സ്നാനപ്പെടേണ്ട എല്ലാ പുള്ളികളും സ്നാനപ്പെടണം. അഭിഷേകമില്ലാത്തവരെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോട് ഉപവാസത്തോട് ദൈവഭാഗത്ത് വീണ് കിടന്ന് പറയണം, കർത്താവേ എനിക്ക് സത്യത്തിന്റെ ആത്മാവിനെ നിറയ്ക്കണേ. വല്ല ദുരാത്മാവൊന്നും അല്ല പ്രാപിക്കണം, സത്യത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. സത്യത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ വന്നാൽ എൻ്റെ തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെ സ്വഭാവത്തിനകത്ത് മാറ്റം വരും. ഹല്ലേലൂയ. അതാണ് സത്യത്തിന്റെ ആത്മാവ്. സത്യത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. എൻ്റെ തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെ എൻ്റെ പാപ സ്വഭാവത്തിൽ വിടുതൽ വന്നിരിക്കും. ഓരോ നിമിഷവും വിടുതൽ വന്നുകൊണ്ടിരിക്കും. പാപമായി കാണും, അത് ചെയ്യാൻ പറ്റാത്ത ഒരാളായി മാറും. നമ്മുടെ മേൽ എത്ര പേരുടെ മേൽ സത്യത്തിന്റെ ആത്മാവുണ്ട് തിരിച്ചറിഞ്ഞോളണം. ഇല്ല എങ്കിൽ അശുദ്ധ ആത്മാവാണെങ്കിൽ അതിനെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് സത്യത്തിന്റെ ആത്മാവിനായിട്ട് ദൈവസന്നിധി വന്നിരുന്ന് മുട്ടുമടക്കി, അപ്പാ എനിക്ക് വേണം പരിശുദ്ധി ആത്മാവ്, കർത്താവിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ പരിശുദ്ധ ആത്മാവിനെ നിറയ്ക്കണമേ, സത്യത്തിന്റെ ആത്മാവിനെ നിറയ്ക്കണേ, ഇരുത്തത്തിന്റെ ആത്മാവിനെ അല്ല സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ എൻ്റെ മേൽ തരണമേ കർത്താവേ. ഇരുത്തത്തിന്റെ ആത്മാവിനെ അല്ല സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ശക്തിയുടെ ആത്മാവിനെ എൻ്റെ മേൽ തരണമേ എന്ന് 1 തീമോഥെയോസിന്റെ ലേഖനം 1:7 പറയുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെ ആത്മാവിനെ എനിക്ക് തരണമേ. കർത്താവിന്റെ മേൽ കാത്തിരിക്കണം. ഈ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞോളണം. കോപം വരാൻ പോകുന്നു, വിളിച്ചു പറഞ്ഞ് കോപം വരാൻ പോകുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ ഉപദേശിച്ചു തന്നത് ആര്? അടുത്ത്
മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ, നമ്മൾ പള്ളി വന്ന് വചനം കേട്ടിട്ട് തിരിച്ച് ചെന്ന് ചീത്ത വിളിക്കാനല്ല നമ്മൾ ഈ വചനം കേൾക്കുന്നത്, അടി ഉണ്ടാക്കാനല്ല ഈ വചനം കേൾക്കുന്നത്. സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. മുട്ടുമടക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ ദൈവവചനത്തിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുമ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കണം. നമ്മുടെ കഴിവുകൊണ്ട് വരത്തില്ല, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൃപ തരും. ഹല്ലേലൂയ. രക്ഷപ്പെട്ടോളണം. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഈ കൂടിന് വേണ്ടിയാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? കരമൊന്ന് അടിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, അല്പസമയം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ കരവാടി എന്ന് വല്ലതും ഉണ്ടോ? സ്തോത്രം പറ, അല്ലല്ലി പറയുന്നുണ്ടോ? യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോൾ ഇടയ്ക്ക് പാട്ട് പാടിയോ? പിന്നെന്താ ഇവിടെ പാട്ടും കൈയടിയൊക്കെ വരുന്നേ? അല്ലെങ്കിൽ നമ്മൾ ഒറ്റ എണ്ണ നൂന്നിരിക്കുമോ? നമ്മളെല്ലാം ഇപ്പം വീണത് അതല്ലേ? ദൈവത്തിന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അപ്പോൾ വിളിച്ചു പറയുകയാണ്, വായിച്ചേ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. ഇപ്പൊ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ എന്തിരിക്കുക? സഹോദരങ്ങളെ, ഞാൻ ഒരു സത്യം പറയട്ടെ. കർത്താവിൽ നമ്മൾ പള്ളിയിൽ വരുന്നെങ്കിലും രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവവചനപ്രകാരം പോയില്ലെങ്കിൽ ഒരു കോടാലി താഴെ ഉണ്ടെന്നുള്ള കാര്യം മറക്കല്ലേ. ഉറപ്പായിട്ടൊരു കോടാലി താഴെയുണ്ട്. നല്ല മൂർച്ചയുള്ള കോടാലിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. അത് വെട്ടിയത് തന്നെ. അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യല്ലേ? കരവൃത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം തരുന്ന അവസരങ്ങൾ കളയരുത്. നമ്മൾ വിചാരിക്കും കർത്താവിൻ്റെ രാജ്യത്തിൽ പോകാൻ കുറേ 10 പേർക്ക് വീട് വെച്ച് കൊടുത്താൽ പോവില്ല. ചിലർ പറയും ഒരു 500 പേർക്ക് പൊതിച്ചോറ് കൊണ്ടുകൊടുത്താൽ സ്വർഗത്തിൽ പോവില്ല. കൊടുക്കല്ലെന്നല്ല, പോകത്തില്ല. ഇത് മാത്രം കൊടുത്തത് കൊണ്ട് പോകത്തില്ല. പിന്നെ പാവം സാധുവായ മനുഷ്യൻ വീടും വസ്തുവും എല്ലാം വിറ്റു, സാധുക്കൾക്ക് സംഭാവന ചെയ്തു, അയാളിപ്പോൾ കടത്തന്നെ കിടക്കുക, അയാൾ മരിച്ച സ്വർഗത്തിൽ പോകില്ല. കാരണം എന്താ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ബാക്കിയൊക്കെ ആരാധിക്കുന്നവരോ? ഞാൻ പറയാം, എങ്ങനെ ആരാധിച്ചെന്ന് എനിക്കറിയത്തില്ല. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ഒറ്റ വ്യക്തി സ്വർഗത്തിൽ പോകത്തില്ല. അവരെല്ലാം പോകുന്നത് ഈ തീക്കകത്തേ പോകും. അതാണ് തിരുവചനം പറയുന്നത്. യേശുവിലൂടെ അല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പാപത്തെ വിട്ടുതിരിയാത്തടത്തോളം കാലം സ്വത്രം പാവിയായി എന്നും അടിയും ബഹളവും വെട്ടും ചീത്തവിളിയും വഴക്കും പ്രശ്നവും മോശം സംസാരവും മോശം നോട്ടവും എന്ന് വേണ്ട. ദൈവത്തിന് സ്തോത്രം. അശുദ്ധിയല്ല ഇന്ന് ചാരമാകണം. മറക്കരുത്, ഒരു കോടാലി നമ്മൾ നടന്നു പോകുമ്പോഴും താഴെ ഉണ്ട്. വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും ഒരു കോടാലി അടിയിലുണ്ട്. യേശുവില്ലെങ്കിൽ, യേശുവിൻ്റെ വചനത്തിലൂടെ അല്ലെങ്കിൽ ഒരു കോടാലി താഴെ ഉണ്ട്. എപ്പോൾ വേണോ അത് വെട്ടേക്കാം. പിന്നെ വെട്ടേറ്റ് നരകത്തിൽ പോകുമ്പം പറയരുത്, അയ്യോ ഞാൻ അടവണായി ചർച്ചിനകത്താണ് വന്നത്, അവിടെ അതിനൊന്നും ഒരു നീക്കുവെക്കില്ല. ഈ കോടാലി മുറിവ് ഏൽക്കുന്നതിന് മുൻപേ സമയം പാഴാക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും പറയണം, കർത്താവേ എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണപ്പാ. ഇതാ എന്നെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു, എന്നെ ഒന്ന് തൊടണേ അപ്പാ, ഞാൻ ഒരുക്കമാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇവിടെ നമുക്ക് ഞാൻ പറയാം 80, 90, 100, 110, ഞാൻ 125 വയസ്സ് അങ്ങ് കൂട്ടിയിടുകയാണ്. 125 വയസ്സ് ഞാൻ കൂട്ടി എങ്ങുകയാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് 125 വയസ്സ് കൂട്ടിയിടുകയാണ്. ഇതാ 125 വയസ്സ്. ഇവിടെ നോക്കിക്കേ, ഇത് ഈ ഭൂമിയിൽ 125ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത് ഇവിടെ 125 അല്ല, പിന്നെ യുഗായുഗം അവസാനിക്കുന്നില്ല. മരണമില്ല. ഈ മരണമില്ലാത്ത ഈ കാലഘട്ടത്തിൽ രണ്ട് സ്ഥലമുണ്ട്. ഒന്ന് നരകം, ഒന്ന് സ്വർഗം. എവിടെ പോകും? ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ?
നോക്കിക്കേ, 125 വയസ്സ് ഞാൻ എഴുതിയിട്ടതാ. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നാണ് വേദപുസ്തകത്തിലെ വചനം. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ആരെങ്കിലും ഉറങ്ങിയിരിക്കുന്നുണ്ടോ? സിസ്റ്റർ ഇവിടെ പ്രസംഗിച്ചില്ല എന്ന് പറയരുത് ആരും. സ്നാനപ്പെടാതെ കോടാലി കൊണ്ട് വെട്ട് വാങ്ങി നരകത്തിൽ പോയിട്ട് ഇന്ന ചർച്ചിൽ പോയിട്ട് അവിടെ പറഞ്ഞു തന്നില്ല എന്നൊന്നും പറയരുത്. നോക്കിയേ, ഈ ഭൂമിയിൽ അങ്ങ് അറ്റം പോയാൽ 125 വയസ്സ് ചിലപ്പോൾ പോയെന്ന് വരും, അല്ലെങ്കിൽ 100 110 വയസ്സ് പോയെന്ന് വരും. യുഗം തീരത്തില്ല. അപ്പം നമ്മൾ ഇവിടെ അധ്വാനിക്കുന്നത് ഇത്രയ്ക്ക് വേണ്ടിയാണ് ഇവിടെ അധ്വാനിക്കുന്നത്. മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, നാട്ടുകാരെ പ്രസാദിപ്പിക്കാൻ, ആൾക്കാരെ പ്രസാദിപ്പിക്കാൻ, ദേശത്തെ പ്രസാദിപ്പിക്കാൻ, നമ്മളെ കൂട്ടുകാരെ പ്രസാദിപ്പിക്കാൻ, നാണക്കേട്, കൂട്ടുകാരെ പ്രസാദിപ്പിക്കാൻ, ലോകത്തെ പ്രസാദിപ്പിക്കാൻ, അയൽക്കാരെ പ്രസാദിപ്പിക്കാൻ, ബന്ധുക്കളെ പ്രസാദിപ്പിക്കാൻ, കൂടെ പഠിച്ചവരെ പ്രസാദിപ്പിക്കാൻ, അവരെ ഇവരെയും പ്രസാദിപ്പിക്കാൻ, ഈ 125 വയസ്സ് വരെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കണ്ണടയ്ക്കുന്നത് വരെ ഇവിടെ കിടന്ന് കളിച്ച് അധ്വാനിച്ച് നേടി എല്ലാം കൂട്ടിയിട്ട് ഇവിടത്തേക്ക് ഒന്നുമില്ല. ഇവിടെ കൊണ്ട് തീരുന്നതാണോ ഈ ജീവിതം? അപ്പം യുഗായുഗമുള്ള ഈ ജീവിതമാണോ വലുത്, അതോ 120 വയസ്സുള്ള ഇവിടുത്തെയാണോ വലുത്? ഏതാ വലുത്? പറ, ഏതാ വലുത്? യുഗായുഗമുള്ള ജീവിതം. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ആയുസോടെ കിടക്കുമ്പോൾ ഏതാണ് കാണേണ്ടത്? യുഗായുഗമുള്ള ജീവിതത്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അവിടെ ചെന്ന് എനിക്ക് മരണമില്ലാത്തൊരു സ്ഥലമുണ്ട്. അത് 2 സ്ഥലമാണ്. ഒന്ന് കർത്താവിരിക്കുന്ന സ്ഥലവും, 2 പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയാണ്. ആ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ യുഗായുഗം കിടക്കാനാണോ ഈ ഭൂമിയിൽ ഇത്രയും വയസ്സ് വരെ ജീവിച്ച് രക്ഷിക്കപ്പെടാൻ പറഞ്ഞ രക്ഷിക്കപ്പെടാൻ പറ്റുന്നില്ല, മാനസാന്തരപ്പെടാൻ പറഞ്ഞ മാനസാന്തരപ്പെടുന്നില്ല, സ്നാനപ്പെടാൻ പറഞ്ഞ സ്നാനപ്പെടാൻ പറ്റുന്നില്ല, അഭിഷേകം പ്രാപിക്കാൻ പറഞ്ഞ അഭിഷേകം പ്രാപിക്കാൻ പറ്റുന്നില്ല, ദൈവഭാഗത്ത് മുട്ടുമടക്കാൻ പറഞ്ഞ മുട്ടുമടക്കാൻ പറ്റുന്നില്ല. ഇനി രക്ഷിക്കപ്പെട്ടവരുടെ ഗതിയോ? സ്വത്രം. ഒരു കൂട്ടം പേർ മണവാട്ടിയായി കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കൂട്ടം പേരോ വായിൽ വരുന്ന ചീത്ത കണ്ട സഹിക്കാൻ പറ്റത്തില്ല. പാരി അടിയും തൂക്കി അടിയാണ്. രക്ഷിക്കപ്പെട്ട ആളെന്ന് പറയുന്ന ആളാണ്, അഭിഷേകം പ്രാപിച്ചവരെന്ന് പറയുന്ന ആളാണ്, കൈയടിച്ച് അന്യഭാഷ പറയുന്ന ആൾക്കാരാണ്. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, കോടാലി കാലിന്റെ ചുവട്ടിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അവരെ ഹോബി എന്ന് പറഞ്ഞാൽ കൈക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് എന്ത് ചെയ്യാന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ വയസ്സിൽ ഇത്രയും ഈ ഭൂമിയിൽ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടം എങ്ങനെയെങ്കിലും തോന്നിയ ദിവസം പോലെ ജയിച്ചു വിട്ട് യുഗായുഗം അവിടെ ചെന്ന് കിടക്കാനാണോ സഹോദരങ്ങളെ നമ്മൾ ഈ പള്ളിയിൽ വന്ന് ആരാധിച്ചത്? ദൈവത്തിന് സ്തോത്രം. ഇത് വെറും കൂടാണ്. നമ്മുടെ ശരീരം ഈ ഒരുക്കി നടക്കുന്നില്ലേ? തല മുതൽ പാദം വരെ ഒരുക്കി നടക്കുന്നില്ലേ? ഞാനും നിങ്ങൾ ഒരുങ്ങി നടക്കുന്നില്ലേ? ഈ ബോഡി വെറും കവറാണ്. വെറും കവർ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കവറ്. അത് എപ്പം വേണോ ഈ കവർ ഡിമ്മാവും. ഇതിനകത്തുള്ള ആത്മരക്ഷ പ്രാപിച്ചില്ലെങ്കിൽ ഈ കവർ അടിച്ചങ്ങെറിയും. ഇത് മണ്ണോടങ്ങ് ചേരും. പിന്നെ ഈ യുഗം ഇവിടെ പോയി കിടക്കും. സ്വത്രം. അപ്പോ അവിടെ പോകണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടോളണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ ഞാൻ പ്രസംഗിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടോളണം. യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കാത്തവരെല്ലാം സ്വീകരിച്ചോളണം. നിങ്ങളുടെ പേര് അവിടെ കൊണ്ടുവന്ന് ഉറപ്പാക്കിക്കൊള്ളണം. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചോളണം. മുഴുകൽ സ്നാനപ്പെട്ടോളണം. വലിച്ചെറിയേണ്ട എല്ലാം പൊട്ടിച്ച് എറിഞ്ഞിട്ട് ജഡ സ്വഭാവങ്ങളെല്ലാം തകർത്തെറിഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവഭാഗത്ത് കീഴടങ്ങി ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കല്ലേ സ്നേഹിതരെ. നമുക്ക് തരുന്ന അവസരം ദൈവം നീട്ടി തന്നിരിക്കുക. ഇപ്പോൾ ഈ അവസരം ഉണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്നോ ഞാൻ 10 വർഷം കൊണ്ട് കേൾക്കുന്നില്ല, ഇപ്പോൾ ഇതുവരെ ഒന്നും സംഭവിച്ചു അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കർത്താവ് അത്രയും പീരീഡ് അങ്ങ് നീട്ടിയിട്ടിരിക്കുകയാണ്. ആ ദിവസം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം, ആ മണിക്കൂറുകൾ, മിനിറ്റുകൾ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ ദൈവത്തെ പരീക്ഷിച്ചാൽ കർത്താവ് ഇപ്പോൾ തരുന്ന അവസരം പാഴാക്കാതെ രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടാത്തവർ യേശുവിനോട് കൂടെ ചേരാൻ സ്നാനപ്പെടണം, പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, കള്ളവും കപടവും എല്ലാം ഉപേക്ഷിക്കണം, അശുദ്ധിയെല്ലാം ദൈവത്തിൻ്റെ രക്തത്താൽ കഴുകി പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെട്ട് കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് പൂർണ്ണമായിട്ട് മാറണം. ഉപേക്ഷിക്കേണ്ട എല്ലാം ഉപേക്ഷിക്കണം. സ്തോത്രം. നമ്മൾ പോകുമ്പോൾ ഒരു ജാതിയായിട്ടല്ല പോകേണ്ടത്, ഒരു ദൈവമകനായി, ഒരു ദൈവമകളായി വേണം പോകാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെന്നുള്ള ഉറപ്പ് വേണം. അല്ല എങ്കിൽ ഈ യുഗായുഗം ഈ കൂടിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ്, ഈ കൂടിന് വേണ്ടി. ഈ കൂട് ഇവിടെ തീരുകയും ചെയ്യും.
ഈ കൂടിന് നമ്മളെ രക്ഷിക്കാനും കഴിയത്തില്ല. ഇനി നമ്മളിവിടെ ഓടുന്നതെല്ലാം ഈ ലോകത്തിലുള്ള നമ്മളെ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ്. സ്വത്രം. എന്നാൽ ഇവിടം വിട്ട് കണ്ണടച്ച് പോകുമ്പോൾ സ്വർഗത്തിൽ പോയാൽ അവരോടൊപ്പം ദൂതന്മാരെ പോലെ നമുക്കവിടെ നിൽക്കാം. ഇവിടെ അധ്വാനിച്ചിട്ട് യേശുവിനെ കണ്ടുമുട്ടാതെ ഇവിടെയും പ്രശ്നവും പ്രതിസന്ധിയും കണ്ണീരും ദുഃഖവും ജോലിയും പ്രശ്നവും രാത്രിയും പകലും ഒരേ കണക്കിന് ജോലി ചെയ്തിട്ട് ഇതിനകത്ത് പോയി കിടക്കുന്നതാണോ നല്ലത്, അതോ അപ്പച്ചൻ്റെ അടുത്ത് കൂടെ താമസിക്കുന്നതാണ് നല്ലത്? അപ്പൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ യേശുവിലൂടെ അല്ലാതെ ഒരു വഴിയില്ല. കർത്താവിൻ്റെ മുമ്പിൽ കിട്ടുന്ന അവസരം പാഴാക്കാതെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറയണം, അപ്പച്ച ഞാൻ സ്നാനപ്പെടാൻ ഒരുക്കമാണ്, കർത്താവിൻ്റെ മടുക്കലേക്ക് വരാൻ ഞാൻ ഒരുക്കമാണ്, അപ്പാ കർത്താവ് അങ്ങ് പറയുന്ന അനുസരിക്കാൻ ഒരുക്കമാണ്. നമ്മൾ പലപ്പോഴും ദൈവവചനം കേട്ടാലും നമ്മൾ അനുസരിക്കത്തില്ലേ സഹോദരങ്ങളെ? അപ്പോസ്തലൻ വിളിച്ചു സ്തോത്രം, യോഹന്നാൻ വിളിച്ചു പറയാണ്, വായിച്ചേ 3-ാം അധ്യായം അടുത്ത വാക്യം വായിച്ചേ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിടും. കണ്ടോ? നല്ല ഫലം കായ്ക്കാത്ത സകലത്തെയും വെട്ടുവെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ടും നമുക്ക് ഭയമില്ല. നമ്മൾ വീണ്ടും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ചെയ്തിട്ടും കൊതിയിരുന്നില്ല, എത്ര പാപം കണ്ടിട്ടും കൊതിയിരുന്നില്ല, എത്ര എല്ലാം ചെയ്തിട്ടും കൊതിയിരുന്നില്ല, എത്ര വചനം കേട്ടിട്ടും മുട്ടുമടക്കാൻ പറ്റുന്നില്ല, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, ആ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാൻ കഴിയുന്നില്ല. സ്നാന സത്യമെന്ന് വർഷങ്ങളായി അറിഞ്ഞിട്ടും മുട്ടുമടക്കാനോ സ്നാനപ്പെടണോ യേശുവിനോട് ചേരാനോ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടെ ചെന്ന് നിൽക്കും? ദൈവത്തിന് സ്തോത്രം. അവസരം എന്നും കിട്ടത്തില്ല. അവസരം തീർന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. അവസരം കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ വീണിട്ട് പറയണം, അപ്പാ എനിക്ക് അങ്ങേ രക്ഷകനായി സ്വീകരിക്കണം, എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വരണമേ, യേശുവേ എനിക്ക് സ്നാനപ്പെടണം, യുഗായുഗമുള്ള ജീവിതം എൻ്റെ യേശുവിനോടുകൂടെ എനിക്ക് ജീവിക്കണം, അപ്പാ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി എൻ്റെ പാപത്തെ ശുദ്ധീകരിക്കണം. അടുത്ത വചനം വായിച്ചേ. ഇപ്പോൾ ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. കണ്ടോ? വീശുമുറ ആരുടെ കയ്യിലായിരിക്കുന്നേ? യേശുവിന്റെ കയ്യിലാണ് വീശുമുറ ഇരിക്കുന്നത്. വീശി എടുക്കും, പാതിരെല്ലാം പുറത്തു പോകും. ക്രിസ്തുവിന്റെ വചനമില്ലെങ്കിൽ സ്വത്രം പുറന്തള്ളപ്പെടും, തീക്കകത്ത് തള്ളപ്പെടും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവവചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ മുമ്പിൽ ദൈവഭയത്തോടെ മുട്ടുമടക്കി ദൈവം തരുന്ന അവസരങ്ങൾ തള്ളിക്കളയാതെ, യേശപ്പാ എനിക്ക് അങ്ങേ ആവശ്യമാണ്, അങ്ങൻ്റെ ഹൃദയത്തിനകത്ത് വരണേ. പന്ന സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ സഹോദരങ്ങളെ, കപട വേഷങ്ങൾ അഴിച്ചു കളയാം. ദൈവഭാഗത്ത് മുട്ടുമടക്കി അപ്പച്ചനോട് പറയാം, അപ്പച്ച എനിക്കൊരു മാറ്റം വേണം, എൻ്റെ ജീവിതത്തിനകത്ത് യേശപ്പച്ച നിറഞ്ഞു നിൽക്കണമേ, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ. 2 കൊരിന്ത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിനകത്ത് 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. 2 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വചനം മുതൽ വായിച്ചേ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അടുത്ത പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. അടുത്ത രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. അടുത്ത അവൻ അരുളി ചെയ്യുന്നുവല്ലോ. അടുത്ത നോക്കിയേ, ദൈവം കൃപ തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവസരങ്ങൾ തന്നിരിക്കുകയാണ്, ദൈവശക്തി തന്നിരിക്കുകയാണ്. അപ്പന്റെ വിശുദ്ധിയിൽ നിറഞ്ഞ് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപകളെ തന്നിരിക്കുകയാണ്. ഇതിനെ നഷ്ടപ്പെടുത്തി അശുദ്ധിയിലേക്ക് പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മൾ അറിയത്തില്ല, നമ്മൾ ചിന്തിക്കാത്ത നിമിഷമായിരിക്കും ആ കോടാലിലൂടെ വെട്ടേറ്റ് വീഴുന്നത്. എവിടെ വെച്ച് വീഴും നമുക്കറിയത്തില്ല. ഈ കവർ ഇവിടെ അങ്ങ് പോകും കേട്ടോ. പിന്നത്തെ അടുത്ത സ്പോട്ട് ടൈമിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കും കണ്ണ് തുറക്കുന്നത്. വെട്ടേറ്റ് അവിടെ പോയി വീണു, അവിടെ കിടന്ന് കരഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റാതെ തകരുന്നതിനേക്കാൾ നല്ലത് ഇന്ന് സുബോധത്തോടെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതല്ലേ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതല്ലേ, ആ രക്തത്താൽ കഴുകുന്നതല്ലേ. യേശു സ്നേഹവാനായി ഇന്ന് പകൽക്കാലവും നമ്മുടെ അടുക്കലില്ലയോ? യേശുവിന്റെ മുൻപിൽ ഇതിനെല്ലാം മോചനമുണ്ട്. ഏത് കൊടും കുറ്റവാളിയെയും സ്വത്രം നീതിമാനാക്കുന്ന യേശുവിന്റെ രക്തം ഏത് പാപിയെയും ശുദ്ധീകരിക്കുന്ന, ഏത് അശുദ്ധനെയും ശുദ്ധീകരിക്കുന്ന രക്തം ഇന്ന് ഇതിനകത്ത് ഒഴുകുന്നുണ്ട്. ആർക്ക് വേണോ മുട്ടുമടക്കി ദൈവഭാഗത്തിരുന്നാൽ അവരെ ദൈവം രക്ഷിക്കുകയും ചെയ്യും, വിടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിഗളിക്കരുത്. നമ്മള് ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കുന്നവരെ ദൈവം രക്ഷിക്കും. ഹല്ലേലൂയ. ഞാൻ എന്തോ ആണ് നിഗളിക്കുന്ന
നിഗളിക്കരുത്. നമ്മള് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാം വലിച്ചെറിയണം. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ടപ്പാ. എനിക്കൊരു പുതിയ വ്യക്തിയായി, ക്രിസ്തുവിന്റെ മകനായി, ക്രിസ്തുവിന്റെ മകളായി, യേശുപ്പച്ചൻ എപ്പോ വന്നാലും എനിക്ക് അങ്ങയുടെ അടുക്കൽ കയറി വരണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ അകത്ത് വേണം. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഇത് വായിച്ചേ. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം. ഇപ്പോഴാണ് സുപ്രസാദ കാലം. അടുത്ത ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. ശുശ്രൂഷയ്ക്ക് ആശയം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ. കണ്ടോ, ഒന്നിലും ഇടർച്ചയ്ക്ക് ഒരു ദൈവ പൈതൽ ഹേതു കൊടുക്കരുത്. ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത. കണ്ടോ, ശുശ്രൂഷക്കാർക്കുള്ള കാര്യങ്ങളാ ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, നിർമ്മലത. ഇത് ആർക്കുള്ളതാ? കർത്താവിന്റെ മക്കൾക്കുള്ളത്. ഇതൊക്കെ വരുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തറിയാമോ? 3 ദിവസം ഉപവസിച്ച് ശാസിക്കും. നമ്മൾ ഉപവാസം ശാസന നീങ്ങിപ്പോട്ടെ, ബുദ്ധിമുട്ട് നീങ്ങിപ്പോട്ടെ, തല്ല് നീങ്ങിപ്പോകട്ടെ, തടവ് നീങ്ങിപ്പോകട്ടെ, അയാളെ വഴിമാറി യാത്ര ചെയ്യട്ടെ, എന്നിട്ടെല്ലാം വരുന്ന ഓടട്ടെ. കണ്ടോ, ഇവിടെ അപ്പോസ്തലൻ അതൊന്നും ചെയ്തെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം അവർക്ക് കൊടുത്തു. അവരെ തിളങ്ങുന്നൊരു മുത്താക്കാൻ ഇതിനകത്തൂടെയൊക്കെ ദൈവം കൊണ്ടുപോകേണ്ടി വന്നു. സഹോദരങ്ങളെ വായിച്ചേ. പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരായിരുന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. മരിക്കുന്നവരെന്നിട്ടും ഞങ്ങൾ ജീവിക്കുന്നു. അടുത്ത വരി, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. അത്രയ്ക്ക് കുഴപ്പമുണ്ട്. കർത്താവിന് വേണ്ടി ഇറങ്ങിയതാ. സ്തോത്രം. അടുത്ത വരി, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അപ്പൊ കൃപയില്ലെങ്കിൽ ഇവിടെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുമോ? എന്റെ കർത്താവ്. അടുത്ത വരി, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. അടുത്ത ഒന്നും ഇല്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. അല്ലയോ കൊരിന്ത്യരേ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു. അടുത്ത വരി, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. അടുത്ത, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ അത്ര ഇടുക്കമുള്ളത്. അടുത്ത വരി, ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കും എന്ന് ഞാൻ മക്കളോട് എന്ന പോലെ നിങ്ങളോട് പറയും. അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവിന്റെ വേല എന്ന ദൈവദാസൻ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ ഇതൊക്കെയാണ് താൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും കർത്താവിൻ്റെ കൃപ ഓരോ സെക്കൻഡും, കൊരിന്ത്യർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ പറയും പോലെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ ഓരോ സെക്കൻഡും ആ കൃപയ്ക്കകത്ത്, ദൈവസാന്നിധ്യത്തിനകത്ത് ഒരു പ്രശ്നം കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം, അതിൻ്റെ നടുവിലൂടെ പോകുമ്പോഴും പാവത്തെ ജയിക്കാൻ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ച് ഓരോ സെക്കൻഡും ആത്മാവിൽ പണിയപ്പെട്ടുകൊണ്ടേയിരുന്നു. തകർക്കാൻ കഴിഞ്ഞില്ല. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, കൊരിന്ത്യർക്കെതിരെ അടുത്ത വാക്യം, നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. ഒരു ദൈവത്തിന്റെ പൈതലിന് അവിശ്വാസികളോട് ഇണയല്ലാതെ പിണ കൂടരുത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമ്മൾ കർത്താവിലേക്ക് ഇറങ്ങി തിരിച്ചെങ്കിൽ പണ്ട് നടന്നതുപോലെ നടക്കാൻ പോകരുത്. പണ്ട് ആചരിച്ച ആചാരങ്ങളൊന്നും നമുക്കില്ല. പണ്ട് നമ്മൾ പല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ നടന്നു അല്ലേ? പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു? സമയം നോക്കുമായിരുന്നു അല്ലേ? ഏത് കാര്യത്തിന് എന്ത് നോക്കും? കലണ്ടറിൽ നോക്കും. നിങ്ങളാരും നോക്കിയിട്ടില്ലേ? രാഹുകാലം നോക്കും അല്ലേ? നോക്കത്തില്ലേ? ഓരോ കാര്യത്തിനും ഇത്ര മണിക്ക് അതൊക്കെ ഉണ്ട് കലണ്ടറിൽ. നോക്കാത്തവർക്ക് അറിയത്തില്ല. എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടെങ്കിലും സ്തോത്രം അല്പം മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുക. പക്ഷെ യേശുവിൻ്റെ അടുത്ത് വന്നാൽ നിൻ്റെ രാഹുകാലം അവിടെ വിടണം. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? അന്ധവിശ്വാസങ്ങൾ വിടണം, അനാചാരങ്ങൾ വിടണം. അന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒന്നും പിന്നെ വരാൻ പാടില്ല. ഒരു ദൈവ പൈതലായി മാറിയാൽ അവിശ്വാസികളോട് ഇണയല്ലാതെ പിണ കൂടരുത്. അവർ ചെയ്യുന്നതൊന്നും നമുക്ക് വേണ്ട. അവരോട് മിണ്ടലെന്നല്ല, അവരുടെ വീട്ടിലൊരു ആവശ്യം വിളിച്ചാൽ പോകരുതെന്നല്ല. സ്തോത്രം. പോകേണ്ടതിനെല്ലാത്തിനും പോകാം. ഒരു ദൈവ പൈതൽ സംബന്ധിക്കേണ്ട എല്ലാത്തിനും സംബന്ധിക്കാം. പക്ഷേ പാടില്ലാത്തതിലൊന്നും ചെന്ന് നിൽക്കരുത്. പാടില്ലാത്തതൊന്നും ഇടപെടാൻ പോകരുത്. പാടില്ലാത്തതിനൊന്നും ചെന്ന് ബന്ധപ്പെടാൻ പോകരുത്. ഞാൻ നിങ്ങൾ ക്രിസ്തുവിനാൽ വേർതിരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മക്കളാണ്. വിശ്വാസികൾക്ക് അവിശ്വാസികളുമായി എന്താണ് ബന്ധമെന്ന് ഈ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ടെന്നൂടെ വായിച്ചേ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. അടുത്ത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം. അടുത്ത്, അല്ല
വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നമ്മൾ പണ്ട് നമ്മൾ യേശുവിനെ കണ്ടുമുട്ടും മുമ്പേ ഈ ലോകത്തിന്റെ മനുഷ്യൻ പറയുന്ന മാനുഷികമാകുന്ന വാക്കുകളിൽ ആശ്രയിച്ച് നടന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല, മനുഷ്യന്റെ വാക്കിലല്ല, ദൈവത്തിന്റെ വചനം എന്നോട് എന്ത് പറയും അതാണ് ആശ്രയിക്കേണ്ടത്. സ്തോത്രം. അന്ന് ഞാൻ മനുഷ്യന്റെ ഇഷ്ടത്തിന് നടന്നു, മനുഷ്യൻ പറയുന്ന നടന്നു. അന്ന് മനുഷ്യൻ എന്ത് പറയാതെ ചെയ്യും, ആൾക്കാർ എന്ത് പറയാതെ ചെയ്യും. ഇനി ആൾക്കാർ പറയുന്നതല്ല, ദൈവം പറയുന്നതാണ് കേൾക്കേണ്ടത്. ദൈവവചനം രക്ഷിക്കപ്പെട്ട പൈതലോട് എന്ത് പറയുന്നു? ഇതാണ്, ഈ വചനമാണ് നമുക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. വചനം എന്നോടെന്ത് പറയുന്നു, ആൾക്കാരെന്ത് പറയുന്നു എന്നല്ല, അവരെങ്ങനെ ചെയ്തു എന്നല്ല, ഇവരെങ്ങനെ ചെയ്യുന്നല്ല, അപ്പുറത്തവരെ അവരെങ്ങനെ ചെയ്ത് അത് നോക്കി ഞാനും ചെയ്യും, അങ്ങനെയല്ല. അവർ ചെയ്തല്ല, നമുക്കൊരു പ്രമാണമുണ്ട്, അത് വേദപുസ്തകമാണ്. ഹല്ലേലൂയ. അവിശ്വാസികളോട് ഇണയെല്ലാ പിണ കൂടരുത്. അവർ ചെയ്യുന്നത് ചെയ്യാൻ നമ്മളോട് ദൈവം പറഞ്ഞിട്ടില്ല. അവർ കാണിക്കുന്നത് അതുപോലെ പറയാൻ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല. അവർ പോകുന്നിടത്തെല്ലാം പോകാൻ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അവര് ഈസ്റ്റർ ആകുമ്പോൾ ഒരു ആഘോഷമുണ്ട്, അവര് ഹല്ലേലൂയ ദുഃഖവെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു ആഘോഷമുണ്ട്, അടുത്ത് വീണ്ടും നോക്കുമ്പോൾ ഓണത്തിന് ആഘോഷമുണ്ട്, അവർക്ക് ക്രിസ്മസിന് ആഘോഷമുണ്ട്, അതിന് ഇതിന് ചപ്പ് ചവറിന് ആഘോഷമുണ്ട്. നമ്മൾ പണ്ട് ഇതെല്ലാത്തിന്റെ പുറകെ പോയതാണ്. മഞ്ഞ കോടിയിട്ട് സ്വത്രം മഞ്ഞ വസ്ത്രവും ധരിച്ച് ഓണത്തിന് നൃത്തം ചെയ്ത് അതിലൂടെ കളിക്കാനും തുള്ളിച്ചാടാനും പന്ത് കളിക്കാനും ആ സമയം ഓണം എന്ന് കരുതി ഓടിയവരാണ് ഞാനാണ് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്, ഞാനാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഓണം എന്ന് പറയുമ്പോൾ 7 ദിവസം പിന്നെ ഒരു രക്ഷയില്ല. സ്തോത്രം. 7ാമത്തെ ദിവസം വല്ലതും അന്ന് ഓണത്തിന് വല്ലതും കിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമത്തിൻ്റെ ആളാണ് ഞാൻ. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെ യേശുവിൻ്റെ വചനമാണ് പ്രമാണം. പിന്നെ നീ അതിനും ഇതിനും ചപ്പിനും ചവറിനും ഒന്നും ഈ മണവാട്ടിക്ക് പോകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രമാണം തിരിച്ചറിയണം. അവിടെ ഇവിടെ നോക്കി ഹല്ലേലൂയ ദൈവം നമ്മളെ അറിഞ്ഞും നമ്മൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നമ്മളെ അറിഞ്ഞിരിക്കെ ഇനിയും ആദ്യ പാഠങ്ങളിലേക്ക് പോകുവാൻ തുനിയുന്നുവോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ നമുക്കൊരുപാട് സ്തോത്രം കാര്യങ്ങളുണ്ട് വേദപുസ്തകത്തിനകത്ത്. നമ്മൾ പോകേണ്ടടുത്ത് പോകാവൂ സഹോദരങ്ങളെ, നിൽക്കേണ്ടടുത്ത് നിൽക്കണം, ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം, ചെയ്യേണ്ടത് ചെയ്യണം. ആത്മാവ് നമ്മളോട് പറയും. ദൈവവചനത്തിനകത്ത് തെളിവുണ്ട്, അതിൻ്റെ അപ്പുറത്തൊന്നും പോകരുത്. ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും, നമ്മുടെ ബന്ധുക്കൾ നമ്മളോട് പിണങ്ങിയെന്ന് വരും, സാരമില്ല. നമ്മൾ പറയുന്നതെന്നറിയാമോ, ഞാൻ നരകത്തിൽ പോയാലും വേണ്ടില്ല, ബന്ധുക്കളെ മുമ്പിൽ എനിക്കുള്ള പേര്, എൻ്റെ പേര് ഒന്ന് പൊങ്ങി, എൻ്റെ ബന്ധുക്കളുടെ മുമ്പിലുള്ള മാനക്കേട് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ആളുകളുടെ മുമ്പിലുള്ള മാനക്കേട് എനിക്ക് ഒട്ടും സഹിക്കത്തില്ല. നരകത്തിൽ ചെന്ന തീക്കകത്ത് കിടന്ന് പുഴുവിനകത്ത് കിടന്ന് നല്ല സുഖമായിട്ട് അത് കുഴപ്പമില്ല. അത് യുഗായുഗം 1-2 വർഷമാണോ, 100 വർഷമെങ്കിലും പോട്ടെന്ന് പറയാം. കൊള്ളുള്ള യുഗായുഗവും അവിടെ ചെന്ന് കിടന്ന് സഹിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സ്വാതന്ത്ര്യം. നീ നിൻ്റെ ആഡംബരവും ദൈവവചനത്തിന് കീഴടങ്ങാൻ പറ്റാതെ നീ ദൈവത്തിനെ വചനത്തിനെ വലിച്ച് പന്നികളുടെ മുത്തിടുമ്പോൾ ചവിട്ടി എറിയുമ്പോൾ നീ ഓരോ ദിവസവും ചവിട്ടി എറിയുമ്പോൾ നീ മനസ്സിലാക്കിക്കോ, നിന്റെ കാലിൻ്റെ കീഴിൽ ഒരു കോടാലി ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവസരം കിട്ടുമ്പോൾ ദൈവം അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയമുണ്ട്, അവസരമുണ്ട്. ആരെ നോക്കിയിരിക്കാതെ. ചിലപ്പോൾ വിചാരിക്കും, ചിലർ പറയും ഹല്ലേലൂയ എൻ്റെ ഭർത്താവ് ശരിയാകത്തില്ല, അതൊന്നും ഞാൻ സ്നാനപ്പെടുന്നില്ല. നിന്റെ ഭർത്താവ് നരകത്തിൽ നിന്നെ രക്ഷിക്കൂ. ചിലർ പറയും അയ്യോ ഞാൻ രക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ചിലർ പറയും അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല രക്ഷിക്കപ്പെടുന്നത്, നിന്റെ ഭാര്യ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ചിലർ പറയും അയ്യോ എൻ്റെ മാതാപിതാക്കൾ ഇഷ്ടമല്ല, മക്കളെ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും നിന്റെ അപ്പനോ അമ്മയ്ക്കോ പറ്റത്തില്ല, യേശുവിന് മാത്രമേ പറ്റൂ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നമുക്ക് അവസരം നീട്ടിയിട്ട് വരുമ്പോൾ ആ അവസരത്തെ തള്ളിക്കളഞ്ഞിട്ട് അയ്യോ അക്കടി പറ്റിയെന്ന് പറയരുത്. അവസാനം ദൈവം തന്ന അവസരം മുഴുവനും കളഞ്ഞിട്ട് അയ്യോ എനിക്ക് പറ്റിപ്പോയി, കുറച്ച് അവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇന്ന് നമുക്ക് അരികത്തൊപ്പരിരിക്കുമ്പോൾ ദൈവവചനം കിട്ടുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ഉണർന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവഭയത്തോടെ എവിടെ നിന്നൊക്കെയാണോ മടങ്ങി വരേണ്ടത്, എവിടെയൊക്കെയാണോ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ, മനുഷ്യനാണെന്ന് പ്രസാദിപ്പിക്കുന്നത്. ഗലാത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ 1-ാം അധ്യായം ഇത് അങ്ങനെ വെച്ചിട്ട് ഗലാത്യരുടെ 1-ാം അധ്യായം ഗലാത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിനകത്ത് കിടക്കുന്നു, ഓ ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ, ഇപ്പോൾ ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദാസനായിരിക്കത്തില്ല. 1-ാം അധ്യായം 10-ാം വാക്യം, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ സഹോദരനെ സഹോദരിയെ, നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, സത്യമാണെന്ന് അറിയാം. ഈ സത്യവചനം കേട്ടിട്ടും നമ്മൾ സന്തോഷിപ്പിക്കുന്നത് ദൈവത്തെയാണോ മനുഷ്യനെയാണോ? മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു. മനുഷ്യനെയാണ് സന്തോഷിപ്പിക്കേണ്ടത്, ദൈവത്തെയാണോ? വീണ്ടും നോക്കിയേ, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. ക്രിസ്തു
ക്രിസ്തുവിന്റെ ദാസൻ എപ്പോഴും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കും. ഹല്ലേലൂയ. അവിശ്വാസികളോട് ഇണയെല്ലാ പിണ കൂടരുത്. അടുത്ത വാക്യം കൊരിന്ത്യർക്ക് ലേഖനം വായിച്ചേ. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നമ്മൾ ആരാണ്? നമ്മുടെ ശരീരം എന്തോന്നാ? ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിൽ ഒരു ആവശ്യത്തിനേ ഒരുങ്ങാവൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ എവിടെ ഇറങ്ങുമ്പോഴും എവിടെ പോകുമ്പോഴും നമ്മളെ കാണുന്ന ആൾക്കാരോട് നമ്മൾ അകം ദൈവം കാണുമ്പോൾ പുറം ആര് കാണും? മനുഷ്യൻ കാണും. ആവശ്യത്തിലധികം വിഗ്രഹം ഞാനും നിങ്ങളും ആകരുത്. എല്ലാം ക്രമമായും ദൈവഹിതപ്രകാരവും വചനപ്രകാരവും യോഗ്യമാ മണ്ണവും എവിടെ നിൽക്കുമ്പോഴും ദൈവ പൈതലെന്ന് വെളിപ്പെടുത്തുന്നതിന് അപ്പുറമായിട്ടുള്ളത് ഒന്നും നമുക്ക് വേണ്ട. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ആൺമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിവാഹം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാം, ചിലപ്പോൾ വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാർ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവർ വേറൊരു ചുറ്റുപാടിലായിരിക്കും വളരുന്നത്. അവിടെ വരുമ്പോൾ, ഭവനത്തിൽ വരുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവളുടെ പ്രായത്തിൽ അവൾക്കറിയത്തില്ല, അത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ കാണുമ്പോൾ സ്തോത്രം അയ്യേ എന്ന് പറയരുത്. കർത്താവിനെ വേണം നമ്മൾ വെളിപ്പെടുത്താൻ. അത് സ്നേഹത്തോടെ ഭാര്യയോട് പറയുമ്പോൾ അവൾ കേൾക്കും. അതുപോലെ പെൺമക്കളോട് പറയട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരും വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ മറ്റൊരു ചുറ്റുപാടിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതായിരിക്കത്തില്ല. നമ്മൾ വിചാരിക്കും എന്തോ ആണ് ഈ എന്നൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. സ്വാതന്ത്ര്യം നമ്മൾ ചിന്തിക്കുന്നതിന് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ചിലപ്പം അതിനേക്കാളും നല്ലതായിരിക്കും. ചിലപ്പം നമ്മളെ ഇഷായി, ഇമ്മായി, ഇട്ടായി, ഇച്ചായി, ഇക്കായി, ഇത്തായി, ഇത്രായും ഇമ്മായും ഒക്കെ പഠിപ്പിക്കുന്ന ഭാര്യയായിരിക്കും കിട്ടുന്നത്, ഭർത്താവിനായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ അവിടെ ഇരിയടാന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞാൽ ഇരിക്കണമായിരിക്കും. അറിയത്തില്ല എനിക്ക്. ഇതെല്ലാം ഞാൻ ഓപ്പണായിട്ട് പറയാൻ കാരണം എന്നറിയാമോ? എന്തോ ചക്കര എന്ന് പറയാനല്ല. ഇതിൻ്റെ നടുവിലൂടെയും യേശുവിൻ്റെ നാമവും ദുഷിക്കപ്പെടല്, ദൈവത്തെ ഭയപ്പെട്ടോണ്ട്. ഹല്ലേലൂയ. അവിടെ വിവാഹം കഴിഞ്ഞിട്ട് പൊട്ടിച്ചെറിയാനുള്ള വ്യവസ്ഥയും ബൈബിളിൽ എനിക്ക് ഉപേക്ഷിച്ച് കളയാം എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള വ്യവസ്ഥ ബൈബിളുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? കെട്ട് കഴിഞ്ഞോ? കെട്ടിയ ആളിനെ കൊണ്ട് സന്തോഷത്തോടെ ഇടി കിട്ടിയാലും ചവിട്ട് കിട്ടിയാലും നുള്ളു കിട്ടിയാലും കടി കിട്ടിയാലും ഞാൻ ക്രിസ്തുവിൻ്റെ നാണത്താണ്. പിള്ളേരൊക്കെ ചിരിക്കുക. ഞാൻ ക്രിസ്തുവിൻ്റെതാണ്, എനിക്ക് ഇനി ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ പറയും അയ്യോ ട്രെയിനിലാണല്ലോ തല വെച്ചത്. കുഴപ്പമില്ല, തല അവിടെ ഇരിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. ക്രിസ്തുവിൻ്റെ രാജ്യത്ത് കണ്ടാൽ മതി. ക്ഷമിക്കാൻ, ക്ഷമ പഠിക്കാൻ, എന്നെ താഴ്മ പഠിപ്പിക്കാൻ, നമ്മളെ താഴ്മ പഠിപ്പിക്കാൻ, വിനയം പഠിപ്പിക്കാൻ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മൂർഖ സ്വഭാവമുള്ളതായിരിക്കും. പേടിച്ച് വെച്ച് ചുവരിൽ വെച്ചല്ലേ ഇടിച്ചിട്ടല്ലേ അങ്ങ് ഇടുന്നത്. രക്തക്കളവും. പിറ്റെന്ന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വെള്ളം ഇട്ടുകൊണ്ട് ഇടി വാങ്ങി പിടിച്ചിട്ട് എന്തൊരു സ്നേഹം. സ്വാതന്ത്ര്യം. സ്വർഗത്തിലെല്ലാം ക്യാമറയിലുണ്ട്. ദൈവത്തോടാണ് കളി. ദൈവത്തിന് സ്വാതന്ത്ര്യം. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ ഓരോ സെക്കൻഡും പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവകൃപയോടെ ജീവിക്കണം. പെൺമക്കൾ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ സ്തോത്രം, ക്രിസ്തുവിന് ഹിതമല്ലാത്തത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വരൻ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ദൈവവചനം പറഞ്ഞു കൊടുക്കണം. ഇതുപോലെയാണ് ചേട്ടാ, ഇങ്ങനെയാണ് കാര്യം, കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് കിടക്കുന്നത്, നമുക്ക് ആ വചനത്തിൽ പോകാം എന്ന് ശാന്തതയോടെ പറയുമ്പോൾ എന്തായാലും രക്ഷിക്കപ്പെട്ട മക്കൾ രക്ഷിക്കപ്പെട്ട മകനെയല്ലേ വിവാഹം കഴിക്കൂ. രക്ഷിക്കപ്പെട്ട മകൻ രക്ഷിക്കപ്പെട്ട മകളല്ലേ വിവാഹം കഴിക്കൂ. പരസ്പരം പുറം ലോകം അറിയാതെ എല്ലാം സോൾവ് ആക്കണം. ഹല്ലേലൂയ. ദൈവം അത് പ്രവർത്തിക്കും. നമ്മളത് അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞില്ല എന്നും നമുക്ക് തോന്നരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, എടി ഈ ഡ്രസ്സ് നിനക്ക് വേണ്ട, ഇതിട്ട് നീ പോകുമ്പോൾ സ്തോത്രം നിന്നെ ഒരു യേശുവിൻ്റെ പൈതലായിട്ട് കാണാൻ പറ്റൂല. നിൻ്റെ കാല് പകുതി മുട്ടുകൊട്ട് താഴോട്ട് വെളിയിരിക്കുക വേണ്ട, കാലറ്റം വരെ പാൻറ്റ്. ഈ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പം ലെഗിൻസാ, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. നോക്കിയപ്പം ബ്ലൈഡ് കൊണ്ടോ പിച്ചാത്തി കൊണ്ടോ അറുത്ത് എറിഞ്ഞിട്ട് അത്രയോ പോയി. ഞാൻ നോക്കിയത് തച്ച് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കി. ഞാൻ മഞ്ഞ കളറാണ് ശ്രദ്ധിച്ച് നോക്കി. തച്ചതല്ല, കീറിയിട്ട് മോഡലിൽ കൊണ്ട് നടക്കുക, കാലം കാണിച്ച്. അതാണ് അവരുടെ മോഡൽ. പറഞ്ഞു കൊടുക്കണം. അവർക്ക് അറിയത്തില്ല. അവർ ഈ ലോകത്തിൻ്റെ ഫാഷൻ പരേഡിനകത്ത് അകപ്പെട്ടു പോയി. ഒരു ദൈവ പൈതൽ പറഞ്ഞു കൊടുക്കണം, എടി നമുക്കത് വേണ്ട. നമ്മുടെ ജീവിതത്തിനകത്ത് യേശുപ്പച്ചനാണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ പറയും എന്ന്
പറഞ്ഞു കൊടുക്കണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഒരു ദൈവ വൈതലായിട്ട് ആരും അംഗീകരിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കും സ്നേഹിതരെ, അത് ദൈവത്തിനറിയാം. പക്ഷേ നമ്മുടെ പുറം കൂടെ ചില ആൾക്കാർ നോക്കും, അവർ ദൈവത്തിലേക്ക് വരാൻ നമ്മൾ തടസ്സമാകും. നമ്മൾ പരസ്പരം കുടുംബത്തിനകത്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ക്രിസ്തു യേശുവിൻ്റെ ശബ്ദം കേട്ട് ക്രിസ്തുവിനായി ജീവിക്കണം. നമ്മൾ വേർതിരിക്കപ്പെട്ട ക്രിസ്തു യേശുവിൻ്റെ മണവാട്ടി വർഗ്ഗങ്ങളാണ്. ഓരോ സെക്കൻഡും പാപത്തെ ജയിച്ച് അശുദ്ധിയെല്ലാം ചാരമാക്കി തിളങ്ങുന്ന മുത്താക്കി കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിന്ന് ഈ ഭൂമിയിൽ ചെയ്ത് കർത്താവിൻ്റെ മഹത്വങ്ങളായി മുത്തുകളായി യുഗായുഗമല്ല എൻ്റെ യേശുവിനോടുള്ള കാലം, യേശുവിൻ്റെ അടുക്കൽ പോകാൻ, ആ ജീവിതം ജീവിക്കാൻ വേണ്ട സകലതും ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ പ്രാപിച്ചുകൊണ്ട് ഓരോ സെക്കൻഡ് ജയത്തോടെ, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും, ജയിക്കുന്നവൻ എൻ്റെ അടുക്കൽ ഇരിക്കും, ഞാൻ ജയിച്ചിരുന്നത് പോലെ ഞാൻ ഇരിക്കുന്നിടത്ത് ജയിക്കുന്നവന് ഇരിക്കും. ഇന്ന് പകൽക്കാലം ജയത്തോടെ പോകണം. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, ജീവിതത്തിനകത്ത് കുടുംബ ജീവിതത്തിനകത്ത് എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയോടെ പറഞ്ഞ്, കർത്താവേ യേശപ്പച്ച ഇതാ ഞാൻ എന്നെ തരുന്നു, കർത്താവ് എനിക്ക് കർത്താവിന് ആവശ്യമാണ്, അപ്പൻ്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമെന്ന് ഒരു സ്വോത്രം മണവാട്ടി പൈതൽ എപ്പോഴും തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കി അലങ്കരിച്ചുകൊണ്ടേ ഇരിക്കണം. ആ സ്വോത്രം അടുത്ത് താഴെ വായിക്കുമ്പോൾ വായിച്ചേ, കൊറിന്ത്യർക്കെഴുതിയ ടക്കനെ വായിച്ചേ. ഞാൻ അവരിൽ വസിക്കുകയും നമ്മുടെ ശരീരം എന്താണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ദൈവം ഇതിനകത്ത് വസിക്കണമെങ്കിൽ നമ്മളെ പുറത്തും ക്ലിയർ ആകണം, അകവും ക്ലിയർ ആകണം സഹോദരങ്ങളെ. പുറവും ക്ലിയർ ആകണം, അകവും ക്ലിയർ ആകണം. അല്ലെങ്കിൽ നമ്മളെ പുറം ശരിയല്ലെങ്കിൽ അകം ക്ലിയർ ആയിരിക്കും. പക്ഷേ പുറം കാണുമ്പോൾ അകത്തിരിക്കുന്ന യേശുപ്പൻ്റെ നാമം മറ്റുള്ളവർ നമ്മൾ കാരണം ദുഷിക്കാനിടയായിത്തീരും. നമ്മൾ ശരിയാ, വേറെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, രക്തത്താൽ കഴുകൽ പ്രാപിച്ചു, പാപമോചനം പ്രാപിച്ചു, എല്ലാം ഉറപ്പാ, സത്യമാണ്. പക്ഷെ നമ്മുടെ പുറം ചിലപ്പോൾ കാണുമ്പോൾ, ചില സാഹചര്യത്തിൽ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇവിടുന്ന് അമേരിക്ക പോയാൽ എത്ര സെൻറ്റിമീറ്റർ എടുക്കും? എത്ര സെൻറ്റിമീറ്റർ ഡ്രസ്സ് എടുക്കും? 1/4 മീറ്റർ ഡ്രസ്സ് അമേരിക്കയിൽ. സ്തോത്രം. നമ്മൾ ഇവിടുന്ന് പോകുമ്പം ആദ്യം വാങ്ങി ബാഗിൽ വെക്കി നിർത്തുന്നതായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ധരിക്കാനുള്ള ഡ്രസ്സായിരിക്കും, അതേ എടുക്കുള്ളൂ. ഇവിടെയുള്ള ഒന്നും എടുക്കത്തില്ല, അവിടെ ധരിക്കത്തക്ക രീതിയിലുള്ളതേ എടുക്കും. ചിന്തിച്ചോളണം നമ്മൾ ആരാണെന്നും മണവാട്ടി വർഗമാണെന്നും. എവിടെ പോയാലും സ്തോത്രം, ക്രിസ്തുവിൻ്റെ പൈതലിനെ വേറിട്ടറിയണം. ഹല്ലേലൂയ, ദൈവത്തിന് എവിടെ ഇരുന്നാലും എവിടെ പോയാലും ഈ വചനം ഇവിടെ പറഞ്ഞില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ചുവരും ഇഴയും മണ്ണും എല്ലാം ഉത്തരം പറയും. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. അടുത്ത വരി. ഞാൻ അവരിൽ കണ്ടോ, കർത്താവ് നമ്മൾ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അടുത്ത് ഞാൻ അവർക്ക് ദൈവവും. നോക്കിയേ, ഞാൻ എൻ്റെ അപ്പച്ചനിൽ വേർതിരിക്കപ്പെട്ട പൈതലെങ്കിൽ കർത്താവ് പറയുന്നു, നീ ഇങ്ങനെ എൻ്റെ അടുത്ത് മടങ്ങി വന്നാൽ ഞാൻ നിനക്ക് ആരായിരിക്കും? അല്ലെങ്കിൽ ഞാൻ നിനക്ക് ദൈവമല്ല. ദൈവമേന്ന് വിളിക്കാം. എത്രയോ പേര് വിളിക്കുന്നു, ലോകത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ വിളിക്കുന്നു. പക്ഷെ ദൈവം എന്നെ സ്വീകരിക്കണമെങ്കിൽ എനിക്ക് ക്വാളിറ്റി വേണം. ഞാൻ തോന്നിയ ദിവസം പോലെ സംസാരിച്ച് എൻ്റെ ഹിതപ്രകാരം നടന്നാൽ ഞാൻ ഒരിക്കലും എൻ്റെ ദൈവം എന്നെ മോളായിട്ടോ മോനായിട്ടോ നമ്മൾ അംഗീകരിക്കത്തില്ല സഹോദരങ്ങളെ. ദൈവം ആരാ? ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ വരി. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. കണ്ടോ, ഒന്നുകൂടെ വായിച്ചേ വരി. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും. കണ്ടോ, അവർ എനിക്ക് ജനവുമാകും. അടുത്ത് എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അടുത്ത് അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ഏത്? നമുക്കൊരു വേർപാടുണ്ട്. ക്രിസ്തുവിനെ ആരാധിക്കുന്ന മകനും മകൾക്കും ഒരു വേർപാടുണ്ട്. വയസ്സായാലും വേർപാടുണ്ട്, എത്ര കുഞ്ഞായാലും വേർപാടുണ്ട്. കർത്താവിൻ്റെ സന്നിധി വരുന്ന പൈതലേ, നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്, നമുക്ക് വേർപാടുണ്ട്. പാപത്തൊരു വേർപാടുണ്ട്. അനാവശ്യ കാര്യങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ദൈവത്തിന് മഹത്വം. നമുക്കൊരു വേർപാടുണ്ട്. എല്ലാ കോഴ്സും കയറി ഒരു മണവാട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സില്ല, പഠിക്കാൻ പറ്റാത്ത കോഴ്സുകളുണ്ട്. അത് എല്ലാം ചില കാര്യങ്ങൾ പഠിക്കാൻ പോകാൻ പറ്റത്തില്ല. അത് മണവാട്ടിക്ക് യോജിച്ച കോഴ്സല്ല. അത് നിങ്ങൾ ചിന്തിച്ചെടുത്തോണ്ടാ മതി എന്തൊക്കെ ആണെന്ന്. സ്തോത്രം. മണവാട്ടിക്ക് യോജിക്കാത്തതൊന്നും വേണ്ട. അടുത്ത വരി വായിച്ചേ. എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, സ്തോത്രം, നിങ്ങൾ ചോദിക്കും എന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരാധന കഴിയുമ്പോൾ വന്നാൽ ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം. വായിച്ചേ. അശുദ്ധമായത് ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. ഇത്രയും ഉണ്ടെങ്കിലേ ദൈവം കൈക്കൊള്ളൂ. നമ്മളെന്തോ ചക്കയാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ യേശപ്പാന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പാടുമ്പോൾ ദൈവം വീഴുമെന്നാണ് വിചാരിക്കുന്നത്. ഇത്തിരി ഭാവം ഇട്ടും കറക്റ്റ് പിച്ചിലും നല്ല ലയിച്ചും നല്ല താളഭാവത്തോടെ പാടിയാൽ സ്വർഗം ഇനി വീണ് വീഴുമെന്നാണ് വിചാരിക്കുന്നത്.
കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സ്വീകരിക്കണമെങ്കിൽ നീ ഒരു ജാതിയെ പോലാവല്ലേ, നിമ്മട്ടങ്ങി വാ. കണ്ടോ, ഞാൻ നിന്നെ സ്വീകരിക്കണം. കണ്ടോ, കർത്താവ് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. മറക്കരുതാരും അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കും എന്നാൽ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അശുദ്ധമായത് ഒന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. കണ്ടോ, ഇങ്ങനെ ഉള്ളവരെ മാത്രമേ ആര് കൈക്കൊള്ളൂ? ദൈവം കൈക്കൊള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ വന്നിട്ട് പോകാം, ആരാധിക്കാം, അവിടെ കൂടെ പോകാം, വല്ലപ്പോഴേക്കും തല കാണിക്കാം, പാട്ട് പാടാം, എല്ലാം ചെയ്യാം. പക്ഷെ ഞാൻ പറയാം, എൻ്റെ ദൈവം എന്നെ മകളായിട്ട് അംഗീകരിക്കണമെങ്കിൽ, ഹോ സ്തോത്രം, എന്നെ മകളായിട്ട് യേശുപ്പനെ അംഗീകരിക്കണമെങ്കിൽ, ഞാൻ യേശുവിനെ അപ്പ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു, അപ്പ ഹൃദയത്തിൽ വരണേ, ഹൃദയത്തിൽ വരണേ, ഹൃദയത്തിൽ വരണേ പറഞ്ഞു എൻ്റെ ഹൃദയത്തിൽ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് ഹിതമല്ലാത്തതാണ്. അപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ മോളെ എന്ന് വിളിക്കണമെങ്കിൽ നീ വേർപെട്ടു വാ. കണ്ടോ, നമ്മൾ കിടക്കുന്ന ചെളിക്കകത്ത് കിടന്നിട്ട് വന്നിട്ട് വേർപെട്ട് വന്നു, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇല്ല സഹോദരങ്ങളില്ല, വ്യർത്ഥവാ. വായിച്ചേ ഒന്നുകൂടെ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. എന്നാൽ അങ്ങനെ ആയാൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? കൈക്കൊള്ളും. കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. കണ്ടോ, കർത്താവ് പിതാവാകണമെങ്കിൽ, നമ്മൾ പുത്രനാകണമെങ്കിൽ, കർത്താവിന്റെ പുത്രിയും പുത്രനും ആകണമെങ്കിൽ പൈതലെ വേർപാട് വേണം. എൻ്റെ കർത്താവ് എന്നെ അംഗീകരിക്കണ്ടേ? മോളായിട്ട് അംഗീകരിക്കണോ വേണ്ടേ? പറ, എൻ്റെ കർത്താവ് എന്നെ അംഗീകരിക്കണോ വേണ്ടേ? മോളായിട്ട് അംഗീകരിക്കണോ വേണ്ടേ? ഉറപ്പല്ലേ? വേണം. ഇല്ലെങ്കിൽ ഞാൻ എവിടെ ചെന്ന് പോവും? മോളായിട്ട് എന്നെ അംഗീകരിക്കാതെ യേശു പറയും, എനിക്ക് നിന്നെ അറിയത്തില്ലെന്നേ പറയും. പക്ഷെ അംഗീകരിക്കണമെങ്കിൽ എനിക്ക് വേർപാട് വേണം. മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? എന്നെ വേർപാടില്ലാതെ എന്നെ ദൈവം അംഗീകരിക്കത്തില്ല. ആരായിട്ട്? പള്ളി വരാം, ആരാധിക്കാം, വിടുതൽ പ്രാപിക്കാം, ഭൂമിയിലുള്ള എല്ലാം പ്രാപിക്കാം, വചനവും കേൾക്കാം, വചനം പ്രസംഗിക്കുകയും ചെയ്യാം. പക്ഷെ കർത്താവ് ഒരിക്കലും കർത്താവിൻ്റെ മകളെന്ന് പറയത്തില്ല. വരാം, ഞാൻ മകളാണെന്ന് പറഞ്ഞ് ഞാൻ ആരാധിക്കാം, കൈയടിക്കാം, പോവാം. പക്ഷേ കർത്താവെന്ന് എനിക്ക് എൻ്റെ അടുത്ത് എഴുതണമെങ്കിൽ, കർത്താവിൻ്റെ മകളെന്ന് എഴുതണമെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വചനപ്രകാരം വേർപെട്ട് വരണം. അപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടും വേദനയും സങ്കടമൊക്കെ വരും. സങ്കടമൊക്കെ വരും. ഒരുപാട് നമ്മൾ വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. പക്ഷെ എന്ത് സങ്കടം വന്നാലും അപ്പൻ മക്കളെ എന്ന് വിളിക്കാൻ വേണ്ടി, അപ്പൻ മകളാക്കാൻ വേണ്ടി നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെയാണോ വിടേണ്ടത് അതെല്ലാം വിട്ടിട്ട് യേശുപ്പൻ്റെ അടുത്ത് വന്ന് പറയണം, കർത്താവ് ഇതാ ഞാൻ എന്നെ തരുന്നു അപ്പാ, അങ്ങയുടെ പൈതലായി മാറുവാൻ, അങ്ങയുടെ വചനത്തിൽ ജീവിക്കുവാൻ എനിക്കിഷ്ടമുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരു പൈതൽ എന്ത് ചെയ്യുന്നറിയാമോ? വായിച്ചേ, ഉത്തമഗീത പുസ്തകം 8:5 ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ ജീവിക്കുന്ന പൈതൽ അവൾ എന്ത് ചെയ്യുന്നറിയാം? വായിച്ചേ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവളാർ. ഹല്ലേലൂയ. മരുഭൂമിയിലൂടെയാണ് മണവാട്ടി വരുന്നത്. പ്രതികൂലം ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. പലരും അവളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി, പലരും മാറ്റിവിടാൻ നോക്കി, പലരും തള്ളി മാറ്റാൻ നോക്കി. ഹല്ലേലൂയ. അവളെ പലതും കാണിച്ച് അവളെ മയക്കി മാറ്റാൻ നോക്കി. അതുകൊണ്ടാണ് ഉത്തമിക 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതില് എഴുതിയിരിക്കുകയാണ്, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നീ ഇത്രമാത്രം വേർപെട്ട് പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഓരോ സെക്കൻഡ് എനിക്ക് ദൈവം മതി എന്ന് പറഞ്ഞ് എന്ത് വചനം കേട്ടാലും വചനത്തിന് മുമ്പിൽ കണ്ണീരോടെ ഏറ്റെടുത്ത് നല്ല നിലമായി നീ വീണ് കിടക്കാൻ കാരണം എന്താ? നീ മറ്റൊരു പ്രിയനെ ആകർഷിക്കാത്ത രീതിയിൽ നിന്റെ പ്രിയനെ മാത്രം നീ കാത്തിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അവളോട് തിരക്കിയപ്പോൾ അവൾ പറയുന്ന ഒരു വരിയുണ്ട്, വായിച്ചേ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? അടുത്ത്, നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെ ആണയിട്ട് പറയുകയാണ്. നിന്റെതൊന്ന് കണ്ടാലും ഞാൻ വരത്തില്ല. ആര് പറയാണ്? മണയായിട്ട് ആണയിട്ട് പറയുകയാണ്, എനിക്കൊരു മണവാളനുണ്ട്, അവനുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെ കണ്ടാലും ആ ക്രിസ്തുവിനെ വെട്ടി ഞാൻ വരുന്ന പരിപാടിയില്ല. ആ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു എനിക്ക് തരേണ്ടത് തരും. എനിക്ക് എൻ്റെ എല്ലാമായി എൻ്റെ അപ്പൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ പാപത്തോട് ചാറ്റ പറഞ്ഞ് വന്നവളാണ്. ഓ സ്തോത്രം. ഈ ലോകത്തോട് ചാറ്റ പറഞ്ഞ് വന്നവളാണ്. എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ പലതും കാണിച്ച് മയക്കാൻ നോക്കി, പല പദ്ധതികളും ശത്രു മെടഞ്ഞപ്പോൾ മണവാട്ടിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. ഒന്നുകൂടെ വായിച്ചേ. നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ. അടുത്ത വരി,
എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠ. ഓ, അവൾ പറയുകയാണ് എന്റെ പ്രിയനുണ്ടല്ലോ വെണ്മയും ചുവപ്പും ഉള്ളവനാണ്, 10,000 ശ്രേഷ്ഠനാണ്. അടുത്ത വരി, അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അവൾ കണ്ടു. നിങ്ങൾ എത്ര പേര് കണ്ടു ആ പ്രാണപ്രിയന്റെ വിശേഷം? എന്നാൽ ഈ മണവാട്ടി പൈതൽ കണ്ടു. അവള് പറഞ്ഞു എന്റെ പ്രിയൻ ആരെന്നറിയാമോ? ഇവിടെ ഒരുത്തല്ലും ഞാനിത് കണ്ടിട്ടില്ല. അടുത്ത വരി വായിച്ചേ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തു വിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അടുത്ത, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും. അവന്റെ അധരം താമരപ്പൂ പോലെ ഇരിക്കുന്നു. കേട്ടോ, ഇവളിതെല്ലാം കണ്ടു വചനത്തിലൂടെ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഈ വചനം വായിച്ച് യേശുവിന്റെ ഭംഗി നമ്മൾ ആസ്വദിക്കണം, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കണം, യേശുവിന്റെ ശക്തി അറിയണം, യേശുവിന്റെ കൃപ അറിയണം, ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഈ മണവാട്ടിക്ക് പറയാൻ ഒരുപാട് വിശേഷതകളുണ്ട്. സ്തോത്രം. സങ്കീർത്തനം വായിക്കുമ്പോൾ, ഉത്തമഗീതം വായിക്കുമ്പോൾ 4-8 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് 4-ാം അധ്യായം അതിന്റെ 8 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ച് 4-8. കാന്തേ ലെബാനോനെ വിട്ട് എന്നോട് കൂടെ വരിക. അമാനാമുകളും ഷെനീർ ഹെർമോൻ കൊടുമുടികളും സുംഗങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങൾ വിട്ടുപോരുക. എന്റെ സഹോദരി, എന്റെ കാന്തേ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. മതി. ഹല്ലേലൂയ. നീ വിട്ടുപോരുക. ഇന്ന് പകൽക്കാലം കാന്തയ്ക്ക് മാത്രമേ ചിലത് വിട്ടുപോരാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുന്ന പൈതലെ, നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ, ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആമേൻ. നിനക്ക് പറയാൻ ഒരുപാട് വാക്കുകൾ കാണും. നിനക്ക് എന്റെ പ്രിയന്റെ വചനം വായിച്ചാൽ അവന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നീ വായിക്കാൻ തുടങ്ങും. ഈ ലോകത്തിൽ തകർന്നു പോകുന്ന ഒന്നല്ല നീ വേദപുസ്തകത്തോടെ വായിക്കുന്നത്. കർത്താവ് വിളിച്ച് വേർതിരിക്കപ്പെട്ട മണവാട്ടി എപ്പോഴും ആ ക്രിസ്തുവിന്റെ ഉപദേശം പ്രാപിച്ചുകൊണ്ടിരിക്കും, ക്രിസ്തുവിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ടിരിക്കും, ക്രിസ്തുവിന്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ടിരിക്കും, ക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കും, പാവത്തെ ജയിച്ചുകൊണ്ടിരിക്കും, ശത്രുവിന്റെ മണ്ഡലങ്ങളെ ഉടച്ചുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേരാണ് ആ ദൈവകൃപയിൽ നിറയുന്നത്? യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒന്നും അറിയാതെ ഒരു ശമരിയക്കാരി സ്ത്രീ സ്തോത്രം വെള്ളത്തിന് വേണ്ടി വരികയാണ്. അവൾ പാവം നിറഞ്ഞവളാണ്, അവൾ പാവത്തിൽ ജീവിക്കുന്നവളാണ്. എന്നാൽ ഒരു ദിവസം യേശു ചിന്തിച്ചു, എനിക്ക് അവളെ എനിക്ക് വേണം. ഹല്ലേലൂയ. ഈ പാവിയെ തേടി അവിടെ വന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും പലപ്പോഴും വചനം കേൾക്കുമ്പോൾ മുട്ടുമടക്കത്തില്ല. എന്നാൽ പാവിയായിരിക്കുന്നവർ, ലോകം തള്ളപ്പെട്ടവർ, അനേകർ യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കും. ആ സഹോദരി തേടി യേശു ഇതാ 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവളെ ആ സ്വത്രം യേശു അവളെ കാത്തു നിൽക്കുകയാണ്. ഈ കിണറ്റിന്റെ അരികിൽ വെള്ളം കോരാൻ വരുന്ന ഇവളെ കാത്ത് യേശു നിൽക്കുക. ഒറ്റ ആളിന് വേണ്ടി യേശു സ്തോത്രം ഹല്ലേലൂയ ശമര്യക്കാരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തു നിൽക്കുമ്പോൾ ഇവളിതാ കുടവുമായി വരികയാണ് വെള്ളം കോരാൻ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തു അവളോട് വെള്ളം ചോദിക്കുകയാണ്. അപ്പോഴാണ് അവൾ പറയുന്നത്, നീ ഒരു യഹൂദനല്ലേ? ആദ്യം അവൾക്ക് യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായത് ഒരു യഹൂദനെന്നാണ് മനസ്സിലായത്. ഹല്ലേലൂയ. ആദ്യം അവർക്ക് എന്ത് മനസ്സിലായി? ഒരു യഹൂദൻ എന്ന് മനസ്സിലായി. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വന്നിരിക്കുന്ന പൈതലെ, നമുക്ക് എന്ത് മനസ്സിലായി? ഒരിക്കൽ യേശു ക്രിസ്തു പത്രോസിനോട് ശിഷ്യന്മാരോട് ചോദിച്ചു, ഹല്ലേലൂയ, ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഹല്ലേലൂയ. അടുത്ത ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു? ആർക്കും കാണാൻ പറ്റിയില്ല. എന്നാൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. പള്ളി വരുന്നുണ്ട്. എത്ര പേർ ആ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് പോകുന്നുണ്ട്, പ്രാപിച്ചു പോകുന്നുണ്ട്, ആ ബലം പ്രാപിച്ചു പോകുന്നുണ്ട്, ആ ശക്തി പ്രാപിച്ചു പോകുന്നുണ്ട്, ആ ജീവൻ പ്രാപിച്ചു പോകുന്നുണ്ട്, ആ അഭിഷേകം പ്രാപിച്ചു പോകുന്നുണ്ട്. ഹല്ലേലൂയ. അതോ വന്നു കണ്ട് തിരിച്ചു പോകുന്നവരായിട്ടാണോ? ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 4 പറയുന്നു, ഈ സഹോദരി ആദ്യം കണ്ടത് ആരെന്നറിയാമോ? യേശു ക്രിസ്തുവിലൂടെ കണ്ടത്. നീ ഒരു യഹൂദനായിരിക്കേ, ഓ സ്തോത്രം, എന്നോട് വെള്ളം ചോദിക്കുന്നുവോ? ഒരു യഹൂദനെ നമ്മൾക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. 9-ാം വാക്യത്തിൽ പറയുന്നു, ഓ സ്തോത്രം, യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്ന് യേശു പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, നീ യഹൂദനായിരിക്കേ ശമര്യക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായി, യേശുവിനെ കണ്ടപ്പോഴേ മനസ്സിലായി, ഇവനൊരു യഹൂദനാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അവളെ കർത്താവിന്റെ അടുക്കൽ ഇരുന്നു. കർത്താവിന്റെ അടുക്കൽ നിന്നു. പള്ളി വരുമ്പോ ഇതുപോലെ നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ. അറിഞ്ഞുകൂടാ, ഞങ്ങൾ അറിഞ്ഞുകൂടാ, ഇതുപോലെ നിൽക്കണം. അവൾ യേശുവിന്റെ അടുക്കൽ നിൽക്കുകയാണ്. യേശു രാജാവായി ഇറങ്ങി നിൽക്കുകയാണ്. ഓ, ഇവളുടെ കണ്ണുകളെ തുറക്ക, ഇവളോട് സ്നേഹമായിട്ടൊന്ന് ഇടപെടാ, ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇവളെ കൊണ്ടുപോകാം. യേശു ഒറ്റയ്ക്കുള്ള ആ സ്ത്രീയുടെ അടുക്കൽ സംസാരിച്ചുകൊണ്ട് യേശു നിൽക്കുകയാണ്. എന്നാൽ ഈ സ്ത്രീ ആദ്യം കണ്ടത് യേശു ക്രിസ്തു ആരാണെന്ന് കണ്ടു. നോക്കിയേ, അതിന്റെ 9-ാം വാക്യത്തിൽ ഇരിക്കുന്നു, നീ ഒരു യഹൂദൻ ആയിരിക്കേ. യഹൂദൻ കണ്ടു. വീണ്ടും കർത്താവ് അവളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, നീ സ്വന്തം ഒരു പ്രവാചകൻ.
എത്തും. പാടിടാൻ ജയഗീതമേ ഞാൻ പാടുകളേറ്റവനാ. പാടിടാൻ ജയഗീതമേ ഞാൻ പാടുകളേറ്റവനാ. ഹല്ലേലൂയ. ശമര്യ സ്ത്രീയെ കാണാൻ യേശു വന്നു. യേശു ശമര്യ സ്ത്രീയെ കണ്ടു. ശമര്യ സ്ത്രീ യേശുവിനെ കണ്ടു. അവസാനം ഇവൾ യേശുവിനെ വിട്ട് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. വെള്ളം തന്നാലേ പോകുന്നുള്ള നിലപാടിൽ ഇവൾ നിൽക്കുമ്പോൾ യേശുവിനോട് പറയുകയാണ്, ഞാൻ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഓ സ്തോത്ര. യേശു പറഞ്ഞു, ഞാൻ തന്നെ മശിഹ. യേശു അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവളുടെ കണ്ണ് തുറന്നു. അവളുടെ ജീവിതത്തിനകത്തുള്ള കുടം അവൾ അവിടെ ഇട്ടു. പിന്നെ ആ കുടം എടുത്തെന്നല്ല, പിന്നെ കുടം ഇട്ടിട്ട് അവൾ ആ ക്രിസ്തുവിനെ വാങ്ങിക്കൊണ്ട്, ക്രിസ്തുവിനെ പ്രാപിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, ആ ക്രിസ്തുവിനെ വാങ്ങിക്കൊണ്ട് അവൾ ആ പട്ടണത്തിലേക്ക് പോയി ഒരു കൂട്ടം പേരോട് പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടുമുട്ടാത്ത, ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ പ്രാപിക്കാത്ത ചിലത് ഞാൻ പ്രാപിച്ചിട്ടാ ഇവിടെ വന്ന്. നിങ്ങൾക്കറിയണമോ, ഞാൻ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, പള്ളിക്കകത്ത് നമ്മൾ വന്നു, കുറച്ച് നേരം കൊണ്ട് വചനം കേട്ടോണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ കണ്ടുമുട്ടി എത്ര പേരുണ്ട്? വചനം കേട്ടോണ്ടിരിക്കുകയാണ്, വർഷങ്ങൾ കൊണ്ട് വചനം കേൾക്കുകയാണ്. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് അറിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ കൽപ്പന എന്ന് അറിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആഴമെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ കരമെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തു ആരെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തു എങ്ങനെയുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ സൗന്ദര്യം കണ്ടിട്ടുണ്ടോ? ഈ മണവാട്ടി അവൻ എങ്ങനെയുള്ളവരെന്ന് അവൾ കണ്ടു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ശമര്യ സ്ത്രീ കണ്ടു. അവൾ ദൈവശക്തി നിറഞ്ഞു, ദൈവകൃപയാൽ നിറഞ്ഞു, ആത്മാവിനെ നിറഞ്ഞു. യേശുവിന്റെ അടുക്കൽ നിന്ന് ആ ജീവന്റെ ജലം വാങ്ങി കുടിച്ചു. അവൾ പാപത്തെ വലിച്ചെറിഞ്ഞു. ക്രിസ്തുവുമായി അവൾ പട്ടണത്തിലേക്ക് പോയി. ഒരു കൂട്ടം പേരോട് പറഞ്ഞു, വന്ന് കണ്ടു നോക്ക്, ഞാൻ മശിഹായെ കണ്ടു, ജീവനുള്ള ദൈവത്തെ കണ്ടു, ജീവിപ്പിക്കുന്ന ദൈവത്തെ കണ്ടു, പാപത്തെ ക്ഷമിക്കുന്നവരെ കണ്ടു, നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിക്കുന്ന യേശുവിനെ കണ്ടുമുട്ടി. നീയും വാ ജനത്തോട് പറഞ്ഞു. കണ്ടോ, ആദ്യം അവൾ ദൈവത്തിൽ വിട്ടുകൊടുത്തു. ദൈവത്തിന്റെ ശക്തിയാൽ അവൾ നിറഞ്ഞു, ദൈവകൃപയാൽ നിറഞ്ഞു. അവളുടെ കയ്യിലുള്ള കുടം വലിച്ചെറിഞ്ഞു. അവൾ ആത്മാവിൽ നിറഞ്ഞു പുറപ്പെട്ടു പോയി. മാത്രമല്ല സ്നേഹിതരെ, അവൾ യേശുവിൻ്റെതായി മാറി. ഇന്ന് പകൽക്കാലം മരുഭൂമിയിലൂടെ ഇതാ ചാരിക്കൊണ്ടുവരുന്നവർ ഇവൾ ആര് മറ്റാരുമല്ല. അവൾ ആ മണവാളന്റെ സൗന്ദര്യം കണ്ടു. പ്രതികൂലം ഇല്ലെന്നല്ല, പ്രശ്നം ഇല്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, ആമേൻ, വേദന ഇല്ലെന്നല്ല, കണ്ണുനീരില്ലെന്നല്ല. അവയുടെ നടുവിലും അവൾ പ്രാണപ്രിയനാകുന്ന യേശുവിന്റെ സ്നേഹം അറിഞ്ഞു. അപ്പോസ്തലന്മാർ യേശുവിന്റെ സ്നേഹം അറിഞ്ഞു. പഴയ നിയമ വിശുദ്ധന്മാർ യേശുവിന്റെ സ്നേഹം അറിഞ്ഞു. കർത്താവിന്റെ കൂടെ നടന്നവർ യേശുവിന്റെ സ്നേഹം അറിഞ്ഞു. കർത്താവിന്റെ കൂടെ നടക്കാത്തവർ യേശുവിന്റെ സ്നേഹം അറിഞ്ഞു. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റി ഒഴിയും? 10,000 പേരിൽ അതിസുന്ദരനാകുന്ന യേശു ഇന്ന് പകൽക്കാലം നമ്മുടെ ആലയത്തിനകത്ത് നിന്നുകൊണ്ട് പറയണം, മക്കളെ, നീ എന്നെ കണ്ടില്ലെങ്കിൽ നീ വന്നിട്ട് എന്ത് പ്രയോജനം? നീ എന്റെ വചനം കേട്ടു, മുട്ടുമടക്കാൻ പറ്റിയില്ലെങ്കിൽ നീ കേട്ടത് കൊണ്ട് എന്ത് പ്രയോജനം? നീ വചനം കേൾക്കുന്നുണ്ട്, കേൾക്കുന്നതിന് ഒരു കണക്കുമില്ല, പക്ഷെ നീ കീഴടങ്ങുന്നില്ല. നല്ല വചനം ദൈവം ഓരോ ദിവസവും നമുക്ക് തരുന്നുണ്ട്. നല്ല നിലത്ത് വീണ വിത്തായി ആ വചനം നമ്മുടെ അകത്ത് വീണെങ്കിൽ ആ പാവം നമ്മുടെ ജീവിതത്തിനകത്ത് വീണ്ടും വരാൻ വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. സ്നേഹിതരെ, പകയും വിരോധവും വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ട് ഇരുന്നാൽ യേശുവിനെ എങ്ങനെ കാണാൻ പറ്റും? യേശുവിനെ എങ്ങനെ കേൾക്കാൻ പറ്റും? യേശുവിനെ എങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റും? കർത്താവിന്റെ സ്തോത്രം മുത്തായി മാറുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, ആമേൻ, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിച്ച് അവൻ എന്നോട് കൂടെ ഇരിക്കും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടൊപ്പം ഇരുന്നത് പോലെ ജയിക്കുന്നവൻ എന്നോട് കൂടെ വെള്ള ഉടുപ്പ് ധരിച്ച് ഇരിക്കും. വായിക്കാമോ? 21-ാം വാക്യം വായിച്ചേ. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ യേശുപ്പൻ ജയിച്ച് ആ കർത്താവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ജയിക്കുന്നവന് എൻ്റെ കർത്താവ് സിംഹാസനത്തിൽ ഇരുത്തുവാൻ ദൈവം വരം കൊടുക്കും. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയട്ടെ, പാവത്തെ ജയിച്ച്, ദുഷ്ടനെ ജയിച്ച്, ഇരുട്ടിനെ ജയിച്ച് ആ മണവാളനാകുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളെ കണ്ട് ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞ് ഇതാ ചാരിക്കൊണ്ട് വരുന്ന ഒരു ഇവളാര്, വേറെ ആരുമല്ല. പ്രതികൂലവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഓരോ സെക്കൻഡും പാവത്തെ ജയിച്ച് തന്നെത്താൻ ക്രിസ്തുവിനാൽ അലങ്കരിച്ചുകൊണ്ട് ആമേൻ മണവാളനാകുന്ന യേശുവിന്റെ മാറിൽ ചാരിക്കൊണ്ട് വരികയാണ്. സ്നേഹിത സഹോദര സഹോദരി, ദൈവം ഇത്ര വലിയ രക്ഷ നമുക്ക് ഒരുക്കിയിട്ടിരിക്കുമ്പോൾ ഈ സുപ്രസാദ കാലത്ത്, ഈ രക്ഷാസമയത്ത് ഇത് കണ്ടുമുട്ടാതെ പോയാൽ എങ്ങനെ നമ്മൾ തെറ്റി വരും? നമ്മൾ പ്രാപിച്ച പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണോ അതോ ദുഷ്ടന്റെ ആത്മാവാണോ? ഇതാ മോശ എന്ന ഭക്തൻ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് പോയി. അവിടെ ഒരു കൂട്ടം മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. അവരും വടിയിട്ടു അത്ഭുതങ്ങൾ ചെയ്തു. മോശയും വടിയിട്ടു അത്ഭുതം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ദൈവം
ദൈവത്തിൻ്റെ ആത്മാവല്ല ദുരാത്മാവ് വ്യാപരിക്കുന്നവരും പ്രാപിച്ചവരും അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ചെയ്ത് കാണിക്കും. പക്ഷേ ഞാൻ പറയാം, ഇതിനെല്ലാം ഒരു കാലദൈർഘ്യമുണ്ട്. ഒരു ദിവസം ഇതിനെ മുഴുവൻ മുക്കിക്കളയുന്ന ഒരു ദിവസമുണ്ട്. ഈ ശക്തിയെ തകർക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സത്യത്തിനും ആത്മാവിനെ ആരാധിച്ച് ദൈവവചനപ്രകാരം ദൈവത്തിന് ഹിതമല്ലാത്തത് വലിച്ചെറിഞ്ഞുകൊണ്ട് പറ, കർത്താവേ ഹല്ലേലൂയ, എനിക്ക് എൻ്റെ അപ്പനെ മാത്രം മതി. അപ്പൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കണം. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. പത്രോസ് അപ്പസ്തലന്റെ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് താഴമേറിയ വചനം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. പത്രോസ് അപ്പസ്തലന്റെ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊള്ളണം. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ധാരാളമായി വായിച്ചേ ആ വാക്യം. വായിച്ചേ പത്രോസ് അപ്പോസ്തലന്റെ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിക്കുക. വേറെ ഒന്നും ശ്രമിക്കണ്ട. വിളി നോക്കണം, ഇത് നോക്കണം, ഇത് നോക്കണം, ഇത് നോക്കണം. ഇവിടെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുക. കോടാലി കാലിൻ്റെ കീഴയും ഉണ്ട്. ഇവിടത്തേക്കല്ല ഓടേണ്ടേ, ഇവിടത്തേക്ക് ഓടണം. നരകത്തിൻ്റെ തീക്കകത്തേക്കല്ല, യുഗായികം യേശുവിനോട് കൂടെ. ഹല്ലേലൂയ. യുഗായികം യേശുവിനോട് കൂടെ താമസിക്കണം. യുഗായികം യേശുവിനോടൊപ്പം പോകണം. നേരത്തെ വചനം നമ്മൾ കേട്ടു, ആഴമായ തിരുവചനം കേട്ടു. കർത്താവിനോട് കൂടെ കയറി പോകുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ആഴമായി തിരുവചനം കേട്ടുകൊണ്ടിരുന്നു. യുഗായികം ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിൽ സ്വർഗത്തിൽ തന്നെ നമ്മൾ കാണണം. ഒറ്റയെണ്ണം നഷ്ടപ്പെടരുത്. ഈ കൂടിന് വേണ്ടി ചാടിയതും ഓടിയതും അധ്വാനിച്ചതും മതി. അക്കത്തിരിക്കുന്ന പ്രധാനപ്പെട്ടതിന് വേണ്ടി അധ്വാനിക്കാൻ. എങ്ങനെ അധ്വാനിക്കണം? യേശുവിൻ്റെ മുന്നിൽ മുട്ടുമടക്കണം. കേട്ട വചനപ്രകാരം കീഴടങ്ങാൻ ഒരുക്കപ്പെടണം. സത്യത്തിനും ആത്മാവിൽ ആരാധിക്കണം. വിടേണ്ടതെല്ലാം വലിച്ചെറിയണം. സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം. അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി മുട്ടുമടക്കണം. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കീഴടങ്ങണം. ദൈവം തരുന്ന അവസരങ്ങൾ തള്ളിക്കളയരുത്. എന്നും അവസരം നമ്മുടെ മുൻപിൽ ഇരിക്കത്തില്ല. പാപത്തെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് സ്തോത്രം വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവിൻ. അടുത്ത വരി. ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ ഇതാണ് അധികം ശ്രമിക്കേണ്ടത്. അധികം ശ്രമിക്കേണ്ടത് കൂടല്ല. അധികം ശ്രമിക്കേണ്ടത് നിത്യജീവൻ പ്രാപിച്ച് ആത്മരക്ഷ അതിനുവേണ്ടി ശ്രമിച്ചോളണം. ഹല്ലേലൂയ. പാപമോചനം പ്രാപിച്ചോളണം. കർത്താവ് ശക്തിയെ തരാൻ മതിയായവനാണ്. കൃപയെ തരാൻ മതിയായവനാണ്. അഭിഷേകത്താൽ നിറയ്ക്കാൻ മതിയായവനാണ്. പാപത്തെ ജയിച്ച് ഒരു ഉത്തമ മണവാട്ടിയാക്കി പുറത്തു കൊണ്ടുവരാൻ മതിയായവനാണ്. മണവാട്ടി എപ്പോഴും മണവാളിൻ്റെ സൗന്ദര്യം ദർശിക്കും. കണ്ടോ നേരത്തെ വായിച്ചത്? അവൾ മണവാട്ടി ദർശിച്ചു. ചോദിക്കുകയാണ്, നിന്റെ മണവാളിൽ എന്താണ് വിശേഷത? അവൾ ആണയിട്ട് പറയുകയാണ്. അവൾക്ക് ആണയിട്ട് പറയാൻ കുറേയുണ്ട്. അതാ പറഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുന്ന പൈതലിന് ആണയിട്ട് പറയാൻ കുറേ കാര്യങ്ങൾ കാണും. ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ കാര്യങ്ങളല്ല, ലോകത്തിലെ ആൾക്കാരുടെ കാര്യങ്ങളല്ല അവർക്ക് പറയാനുള്ളത് യേശുവിൻ്റെ കാര്യം പറയാൻ കാണും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, നമുക്ക് പറയാനുള്ളത് ആരെക്കുറിച്ചാണ്? നാട്ടുകാരെക്കുറിച്ചുള്ള പരാതിയാണോ? വീട്ടുകാരെക്കുറിച്ചോ അയൽക്കാരെക്കുറിച്ചുള്ള പരാതികളും കുറ്റങ്ങളുമാണോ? അതോ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന യേശുവിൻ്റെ ഉത്തമ മണവാളിൻ്റെ ലക്ഷണങ്ങളാണോ? സ്വഭാവങ്ങളാണോ? ഭംഗിയാണോ? എന്തു പറയും? എന്തു കൊടുക്കും? പത്രോസ് അപ്പോസ്തലന്റെ ലേഖനം 1 വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. പ്രവേശനം പ്രാപിച്ചോളണം. ഒരു ഉത്തമ മണവാട്ടിയായിട്ട് മാറിക്കൊള്ളണം. 2:1 വായിക്കുമ്പോൾ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടകന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. പള്ളിക്കകത്തും അനേക ദുഷ്കാമ പ്രവൃത്തികൾ പലരും കണ്ട് അനുകരിക്കും. പക്ഷെ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് വേർതിരിച്ചപ്പെട്ട മണവാട്ടി
മറ്റൊരാൾ ദുഷ്കാമ പ്രവൃത്തി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവൾ ആ പള്ളിയിലല്ലേ പോകുന്നത്, അവൻ ആ പള്ളിയിലല്ലേ പോകുന്നത്, അതുകൊണ്ട് ഞാനും അവളെ കണ്ട് ചെയ്ത എന്താ അങ്ങനെ പറയത്തില്ല. അത് മണവാട്ടി പറയത്തില്ല. മണവാട്ടി അതിൻ്റെ പുറകെ പോകത്തില്ല. മണവാട്ടി എപ്പോഴും നോക്കുന്നത് മണവാളനെയാണ്. തൻ്റെ മണവാളൻ എങ്ങനെ നടക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പോകുന്നു. ഇന്ന് ഈ അവസരം പാഴാക്കാതെ അപ്പുറത്തുപ്പുറത്ത് പള്ളിക്കാരെ നോക്കണ്ട, നമ്മുടെ അടുത്തിരിക്കുന്ന ആളിനല്ല നോക്കേണ്ടത്. ഇത് അയാൾക്കുള്ള വചനമാണ്, ഇത് ഇന്ന ആളിനുള്ള വചനമാണെന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഞാൻ യേശുവിലാണോ, എൻ്റെ പേര് അവിടെ ഉണ്ടോ, ഞാൻ നിത്യത ഉറപ്പാക്കിയിട്ടുണ്ടോ, ആ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ, ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിനോടൊപ്പം പോകുമോ, ഈ കോടാലിയുടെ വെട്ടേറ്റ് നരകത്തിൽ പോകുമോ, അതോ സ്വത്രം കർത്താവിൻ്റെ രാജ്യത്തിൽ പോകുമോ, യേശുവിൻ്റെ ശബ്ദം കേട്ട് കയറി പോകുമോ? ഇതുവരെയും പാപം ചെയ്തില്ല സഹോദരങ്ങളെ, ഇനിയെങ്കിലും നമുക്ക് മടങ്ങി വന്നുകൂടെ? ഇതുവരെയും നമുക്ക് തോന്നിയ ഇഷ്ടം പോലെ ജീവിച്ചില്ലേ? ഇനിയെങ്കിലും ദൈവഭാഗത്തൊന്ന് വീടുകൂടെ? ഇനിയെങ്കിലും അവസരം നശിപ്പിക്കില്ല, അവസരം നഷ്ടപ്പെടുത്തരുത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. 11 ആയില്ലേ ഇതിൽ? ദൈവത്തിന് സ്വത്രം. 15 മിനിറ്റ് ഫാസ്റ്റാണ്. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്വത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ ദേവദാസനെ. ദൈവത്തിന് സ്വത്രം, ദൈവത്തിന് മഹത്വം. ഒരു ഹൈന്ദവ ക്ഷേത്രമായിട്ടിരുന്ന വീട്ടിൽ താമസിച്ച് വളർത്തപ്പെട്ട ഒരു ദൈവ മനുഷ്യൻ, പേര് മറന്നുപോയി. ദൈവത്തിന് സ്വത്രം. ആ ദൈവ മനുഷ്യൻ സ്വത്രം പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ. ദൈവത്തിന് സ്വത്രം. അപ്പോൾ ആ ദൈവ മനുഷ്യൻ്റെ സഹോദരൻ, പുള്ളി യേശുവിനെ കണ്ടുമുട്ടി. വീടോട് ചേർന്നുള്ള ക്ഷേത്രമൊക്കെ, അതിലൊന്നും ആരാധിക്കാൻ പോകാതെ യേശുവിനെ കണ്ടുമുട്ടി. തൻ്റെ സഹോദരൻ്റെ പേര് പൊന്നപ്പൻ എന്നാണ് എൻ്റെ ഓർമ്മ. മുമ്പൊരിക്കൽ ഞാൻ സാക്ഷ്യം കേട്ടതാണ്. സ്വത്രം. ആ സഹോദരനോട് സാക്ഷിയൊക്കെ പറഞ്ഞു, യേശുവാണ് കർത്താവ് ചേട്ടാ, ഇനി ഇതിൽ നീ പോകരുത്, ദൈവഹിതമല്ലാത്ത ഒന്നിലും പോകല്, നീ ദൈവഹിതമല്ലാത്ത ഒന്നിലും പോകല്, നീ രക്ഷിക്കപ്പെടണം, നീ യേശുവിനെ കണ്ടുമുട്ടണം എന്ന് സ്വന്തം സഹോദരനോട് പറഞ്ഞു. സഹോദരൻ അംഗീകരിച്ചില്ല. അങ്ങനെയിരിക്കുമ്പോൾ ഭയങ്കരമാകുന്ന ഒരു അപകടത്തിൽ സഹോദരൻ പെട്ടു. ഈ അപകടത്തിൽപ്പെട്ട് ഐസിയുക്കകത്ത്, ശ്രദ്ധിച്ച് കേൾക്കണം, സ്വത്രം, ഐസിയുക്കകത്ത് തളർന്ന് മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഈ ദൈവ മനുഷ്യൻ പുറത്തു കിടന്ന് കരയുകയാണ്. ദൈവമേ, ഒരിക്കലത്തേക്ക് ആയുസ് കൊടുക്കണേ, എൻ്റെ ചേട്ടൻ ഒരിക്കൽ കൂടെ ആയുസ് കൊടുത്താൽ ദൈവമേ. അപ്പം നമ്മൾ വിചാരിക്കും ഇനി ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായിട്ട് അല്ല, ഈ നിമിഷം സ്വീകരിച്ചോളണം. ഹല്ലേലൂയ, ദൈവത്തിന് ഈ സെക്കൻഡ് നമ്മൾ സ്വീകരിച്ചോളണം യേശുവിനെ. ഹല്ലേലൂയ. അപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ തകർന്ന് കിടക്കുമ്പോൾ പുറത്തൊരു അലറി കരയുകയാണ് ദൈവ മനുഷ്യൻ. കാരണം ദൈവ മനുഷ്യൻ അറിയാം, തീക്കകത്തോട്ടാണ് എൻ്റെ ചേട്ടൻ പോകുന്നത്, ആ നിത്യഗന്ധകത്തിനകത്താണ് പോകുന്നത്. അയ്യോ, ഇവൻ എന്ത് ചെയ്യും, അവിടെ ചെന്ന് എന്ത് ചെയ്യും? സഹോദരൻ സഹിക്കാൻ പറ്റുന്നില്ല. സത്യം തിരിച്ചറിഞ്ഞ സഹോദരൻ കരയുകയാണ്. കർത്താവ് ഒരിക്കലത്തേക്ക് ആയുസ് കൊടുക്കണേ എന്ന് പറഞ്ഞു കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആ മരിച്ചു എന്ന് പറഞ്ഞ ബോഡി ജീവൻ പ്രാപിച്ചു. മരിച്ചു എന്ന് പറഞ്ഞ ബോഡി ജീവൻ പ്രാപിച്ചു. ചില ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ചില മാസങ്ങൾ, ചില വർഷങ്ങൾ ആ മനുഷ്യന് നീട്ടിക്കൊടുത്തു. സ്വത്രം. സൗഖ്യം കിട്ടിയപ്പോൾ ആ മനുഷ്യൻ വീണ്ടും യേശുവിനെ സ്വീകരിക്കാൻ മടിച്ചില്ല. ആദ്യം പറഞ്ഞു, നിന്റെ യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്, പക്ഷേ സ്വീകരിക്കാൻ മടിച്ചു. സ്വത്രം. യേശുവിനെ സ്വീകരിച്ചില്ല. പിന്നത്തതിൽ ആ മനുഷ്യൻ നഷ്ടമായി. ഈ ദൈവ മനുഷ്യൻ ആ കല്ലറയുടെ അടുക്കൽ ചെന്ന് നിന്ന് സ്വത്രം ഇങ്ങനെ കരഞ്ഞ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജ്യേഷ്ഠൻ നരകത്തിലേക്ക് പോയത്? സ്വത്രം. ദൈവം പറഞ്ഞു, ഇവന് കൊടുത്ത അവസരം മുഴുവൻ കളഞ്ഞു. അവസരം മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് നിത്യദണ്ഡത്തിനകത്ത് പോകരുത്. നമ്മൾ മണവാട്ടി വർഗങ്ങളായി ക്രിസ്തുവിൻ്റെ മാറിൽ ചാടി. പ്രശ്നമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രതികൂലം ഇല്ലെന്നല്ല, എല്ലായിടത്തും ഉണ്ട് പ്രശ്നം. ഒന്നല്ലെങ്കിൽ ഒന്ന്. നമ്മൾ അന്യരും പരദേശിയുമാണ്. ഈ ഭൂമിയിൽ തീരുന്നതല്ല ഒന്നും. ഇതിനപ്പുറത്തുള്ള ജീവിതമാണ് യുഗായുഗം. ഇവിടെ ചിലപ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞെരുക്കമൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ആത്മാർത്ഥമായി ക്രിസ്തുവിൽ ജയജീവിതം നയിച്ച് കർത്താവിൻ്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ച് ഓരോ സെക്കൻഡും മണവാട്ടി വർഗമായി ആ പ്രിയൻ്റെ മാർച്ചാലാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ആ പ്രിയനുള്ള ഗുണങ്ങൾ കണ്ടുകൊണ്ട് ആ ഗുണത്തിലേക്ക് നമുക്കും വരാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമുക്കും വരാൻ, ഓരോ സെക്കൻഡും ഭാവത്തെ ജയിച്ച് ക്രിസ്തുവിൽ നിറഞ്ഞ്, ക്രിസ്തു എന്ന തലയോളം എല്ലാം നിറവിനാൽ നിറഞ്ഞ്, ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, നീളം, ആഴം, ഉയരം തന്നു വിശുദ്ധന്മാരോടൊപ്പം ഗ്രഹിച്ച് പാവത്തെ ജയിച്ച് ഒരൊത്ത മണവാട്ടിയായി ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്ത് അവർ വന്നിരിക്കും. ഇന്ന് മണവാട്ടി ജയത്തോടെ അവിടെയാണ് ഇരിക്കുന്നത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും എത്രയൊക്കെ പറയാൻ കഴിയും. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കാം. സ്നാനപ്പെടാത്ത സ്നേഹിതരെ, സ്നാനപ്പെടാത്ത സഹോദരനെ, സഹോദരിയെ, സ്നാനപ്പെടാത്ത മക്കളെ കർത്താവിന് സന്നിധി കീഴടങ്ങണം. രക്ഷിക്കപ്പെടാത്തവരെ നമുക്ക് പറയാം, കർത്താവ് ഇതാ ഞാൻ എന്നെ തരുന്നു. അപ്പാ, ആരൊക്കെ ദൈവത്തോട് പറയും, യേശുവേ, ആരൊക്കെ ദൈവത്തോട് ഏറ്റു പറയും, കർത്താവ് ഞാനെന്നെ തരുന്നു അപ്പാ, എന്നെ സമർപ്പിക്കുന്നു. പറഞ്ഞപ്പാ, എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് മാനസാന്തരപ്പെടണം, പാപത്തെ വിട്ടുതിരിയണം. കഴിഞ്ഞ നാൾ വരെയും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. ജീവിതത്തിനകത്ത് കുറവ് വന്നുപോയോ എന്നാൽ യേശുവിനോട് പറ. കർത്താവ് ക്ഷമിക്കും, കർത്താവ് ക്ഷമിക്കും, ഉറപ്പാ ക്ഷമിക്കും.
ഉറപ്പായിട്ട് ക്ഷമിക്കും. രക്ഷിക്കപ്പെട്ടിട്ട് പിന്മാറിപ്പോയ ആളാണോ? ഉറപ്പായിട്ട് ക്ഷമിക്കും. ഉറപ്പാ. യേശുവിനോട് പറ, ഇന്ന് കർത്താവ് കൃപാസനത്തിലാണ്. നമ്മുടെ കുറവുകളെ ക്ഷമിക്കാൻ, നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കാൻ നമ്മുടെ കരുണാസമ്പന്നനായ ദൈവം മതിയായവനാണ്. ആ യേശുവിൻ്റെ പാദപീഠത്തിൽ വീണിട്ട് പറ, കർത്താവേ, ആ പ്രിയൻ്റെ മാറിൽ ചാരി, ഓ കർത്താവേ, എല്ലാം എൻ്റെ ഹൃദയം മുഴുവൻ തുറന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കുവാൻ എനിക്ക് ശക്തി തരണമേ, എനിക്ക് ബലം തരണമേ, എനിക്ക് അഭിഷേകം തരണമേ, എന്നെയും ആത്മാവിനാൽ വചനത്താൽ ശക്തിയാൽ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. ഒരു ഉത്തമണവാട്ടിക്ക് വേണ്ട ഗുണങ്ങളെ എനിക്ക് തരണമേ. യേശുവിനോട് പറഞ്ഞ, കർത്താവേ, അപ്പാ, കണ്ണുനീര് തൂകുമ്പോൾ മനസ്സറിയുന്ന, പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന, നിലവിളിക്കുന്ന മക്കളുടെ നിലവിളി കേൾക്കുന്ന ഒരു യേശുവുണ്ട്. നമ്മൾ അന്യരും പരദേശികളുമായിരുന്ന സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ ഭവനക്കാരാക്കി ദൈവം നമ്മളെ മാറ്റി. സ്വത്രം. ആ കർത്താവിൻ്റെ അടുക്കൽ കയറി പോകേണ്ടവരാണ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ കുറവുകൾ ഉണർന്നുകൊണ്ട്, തെറ്റുകൾ ഉണർന്നുകൊണ്ട് വരുന്ന വെള്ളിയും ശനിയും നമുക്ക് ആരാധനയുണ്ട്. അടുത്ത് കർത്തൃമേശയുണ്ട്. കഴിഞ്ഞ നാൾ കർത്തൃമേശ സ്വീകരിക്കുന്ന അവസരം ഉണ്ടായിട്ടും തിരിഞ്ഞ് സ്വീകരിക്കാൻ പറ്റാതെ നമ്മൾ അകന്നവരാണെങ്കിൽ ഇന്ന് മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദൈവഭാഗത്ത് വീണ് കിടന്ന് പറയാം, കർത്താവേ, വരുന്ന ഞായറാഴ്ച എനിക്ക് കർത്തൃമേശയ്ക്ക് പങ്കെടുക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ഉപവസിക്കണം, എൻ്റെ അപ്പൻ്റെ സന്നിധി ഇരിക്കണം, എനിക്ക് എൻ്റെ കർത്താവിനായിട്ട് ജീവിക്കണം, എൻ്റെ യേശുപ്പൻ്റെ കൃപ എനിക്ക് തരണേപ്പാ. എനിക്ക് എൻ്റെ പഴയ സ്വഭാവങ്ങളിലേക്ക് കർത്താവ് ഞാൻ പോയി കഴിഞ്ഞു. യേശുവേ, ഇതാ ഞാൻ മടങ്ങി വരുന്നു. യേശുവേ, എന്നെ രക്ഷിക്കണമേ. ആ കോടാലി മാറ്റി എൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കരം എന്നെ വെക്കണമേ. ഇന്ന് പകൽക്കാലം ആരെല്ലാം പറയും, യേശുവേ, എന്നെ തുടരണമേ, എൻ്റെ കുറവുകളെ, എൻ്റെ പാവക്കറകളെ എല്ലാം ക്ഷമിക്കണമേ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കര വന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തിന്നുപോയിടും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കര വന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിന്റെ രാജ്യം വരണേ. ആമേൻ കർത്താവേ, കൂടാരമാ കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക്. ആമേൻ കർത്താവേ, വേഗം വരണേ. ഓ വേഗം വരണേ. ആമേൻ കർത്താവേ, നിന്റെ രാജ്യം വരണേ. ആമേൻ കർത്താവേ,